അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞു. ആവശ്യങ്ങളിൽ ഒന്നും അവസാനത്തേതുമായ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ കടുവയെ കൊല്ലണം, വെടിവെച്ച് കൊല്ലണം എന്നായിരുന്നു ആവശ്യം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന അതിന് ധാരാളം നിയമപ്രശ്നങ്ങളുള്ള പ്രശ്നമാണ്. ഞങ്ങൾ സംസാരിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്താലും തർക്കമില്ല, അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് ഇതെന്റെ തീരുമാനമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ നിർദ്ദേശം കൂടി സ്വീകരിച്ചതിന് ശേഷമാണ് ചീഫ് സെക്രട്ടറിയുമായി, അഡ്വക്കേറ്റ് ജനറലുമായി, ലോ സെക്രട്ടറിയുമായി തുടങ്ങിയ ഈ രംഗത്ത് വിദഗ്ധാഭിപ്രായം തരേണ്ട എല്ലാവരുമായും വീഡിയോ കോൺഫറൻസിലൂടെ അഭിപ്രായം തേടി ഒടുവിൽ വന്ന തീരുമാനമാണ്. ഏറ്റവും ഒടുവിൽ അരുൺ സക്കറിയോടാണ് അഭിപ്രായം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, തുടർച്ചയായി അക്രമത കാണിക്കുന്ന വന്യമൃഗങ്ങളെ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ വകുപ്പ് ഉപയോഗിച്ച് വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഫയലിൽ തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങളെ കാണാൻ വന്നത്. ആ വീട്ടുകാരെ കണ്ടപ്പോൾ വലിയ പ്രയാസമായി പോയി. അതുകൊണ്ട് അന്നേരം എനിക്കൊരു മൂടൗട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അന്നേരം ഒന്നും പറയാതിരുന്നത്. കാരണം അത് ആരായാലും ഞാനൊരു മനുഷ്യനല്ലടോ, ആ ഒരു വിഷയം എനിക്കുണ്ട്. പക്ഷെ നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ കൂടെ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്, എന്റെ മുന്നണി ആഗ്രഹിക്കുന്നത്. ജനരോഷത്തെ തള്ളിപ്പറഞ്ഞ് പാട്ടും പാടി നടന്നാൽ കൈവിടും കാര്യങ്ങളെന്ന് വനം മന്ത്രി വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിഞ്ഞത് നന്നായി. കടുവ കൊന്ന രാധയുടെ വീട്ടിൽ കയറാൻ മന്ത്രിക്ക് കാത്തുകിടക്കേണ്ടി വന്നത് അരമണിക്കൂറിലേറെയായതിൽ അത്ഭുതമേയില്ല. കരിങ്കൊടിയും പാട്ടുപാടാൻ പരിഹാസം ഉയരുമ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നത് മൂഡ് ഓഫ് ആയതുകൊണ്ടാണെന്ന് ലാഘവത്തോടെ പറയുകയായിരുന്നു മന്ത്രി. ഇതിനിടെ തെരച്ചിൽ സംഘത്തെ ആക്രമിച്ച് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ പോലും വീഴ്ത്തിയ നരഭോജി കടുവ കാണാമറയത്ത് നിൽക്കുകയാണ്. കടുവയെ വെടിവെച്ചു കൊല്ലുമെന്ന് സർക്കാർ പറയുന്ന ഉറപ്പിൽ എല്ലാം പരിഹരിക്കുമെന്ന് ആ നാട്ടുകാരെങ്കിലും കരുതുന്നുണ്ടോ? എത്ര ജീവനുകൾ കടുവയെടുത്താൽ ഈ പ്രഹസനങ്ങളൊക്കെ അവസാനിച്ച് ശരിയായ പരിഹാരമുണ്ടാക്കും? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. പാനലിസ്റ്റിൽ ചേരുന്നു NCP നേതാവ് സാദത്ത് ഹമീദ്, ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ ട്രഷറർ ഡി ജിതിൻ, ഒപ്പം കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, BJP നേതാവ് അഡ്വക്കേറ്റ് P കൃഷ്ണദാസ്, കർഷകൻ ആയിട്ടുള്ള TC ജോസഫും വന്യജീവി ഗവേഷകൻ അശ്വിൻ ആരണ്യകവും. എല്ലാവർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ഡി ജിതിൻ, ഡിവൈഎഫ്ഐ നേതാവ്, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നു. വനം വകുപ്പ് മന്ത്രി എടുത്ത നിലപാടുകൾ, അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ, അദ്ദേഹത്തിന്റെ ഓരോ വാക്കുപോലും പരിഹസിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. ഒരു വലിയ വിഷയത്തെ ഒരു വകുപ്പ് അല്ലെങ്കിൽ അതിന്റെ മന്ത്രി ലാഘവത്തോടെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ആത്യന്തികമായി ആ വിരലെല്ലാം ചൂണ്ടപ്പെടുന്നത് ഭരണകൂടത്തിലേക്കാണ്, മന്ത്രിസഭയിലേക്കാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്, CPM-ന് ഏറ്റവും എൻഡ് ഓഫ് ദി ഡേ ഇതിന് ഉത്തരം പറയാൻ ബാധ്യതയുണ്ടാവുകയും ചെയ്യുന്നു. അതല്ലാതെ അവിടെ നടത്തിയ പ്രതിഷേധമൊക്കെ വെറുതെ ഉണ്ടാക്കിയ ബഹളമാണ് എന്ന് ഡിവൈഎഫ്ഐ ആത്മാർത്ഥമായിട്ട് കരുതുന്നുണ്ടോ? ഇല്ല, നമ്മളിതിൽ കാണേണ്ടത് ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും വലിയ രൂപത്തിലുള്ള ആശങ്കയിലൂടെ കടന്നു പോവുകയാണ്. അവിടെ പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന് പറയുന്ന സ്ത്രീയെ കടുവ രാവിലെ ജോലിക്ക് പോകുന്ന വേളയിലാണ് ആക്രമിക്കുകയും അവിടെ അവരെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ വനം മന്ത്രി എത്താൻ വൈകി, അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ ഇവിടെ ഇപ്പൊ പറഞ്ഞു. ഇവിടെ മാനന്തവാടിയിലെ പ്രിയപ്പെട്ട MLA
ഇവിടെ പട്ടികജാതി പട്ടിക വകുപ്പ് ക്ഷേമ വകുപ്പ് മന്ത്രി കേളുവാട്ടൻ ആ നിമിഷം തന്നെ ആ സ്ഥലത്തെത്തുകയും വളരെ കൃത്യമായി ഒരു MLA, ഒരു ജനപ്രതിനിധി, ഒരു മന്ത്രി എങ്ങനെ ഇടപെടണം എന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും കാണിച്ചു തരുന്ന രൂപത്തിലേക്കുള്ള ഒരിടപെടലാണ് നടത്തിയത്. വളരെ കൃത്യമായി ആ പ്രദേശത്തിനകത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിപ്പോകുന്ന നിലയുണ്ടായി. രണ്ടാമത് നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ച മന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, ഇന്ന് മാധ്യമങ്ങളോട് തന്നെ മന്ത്രി ആ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഇടപെടൽ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായെങ്കിൽ ഞാൻ അതിനോട് ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രതികരണം ഇന്ന് മന്ത്രി തന്നെ അവിടെ നടത്തുന്ന നിലയുണ്ടായി. നിങ്ങൾ നോക്ക്, അവിടെ ഇന്ന് വലിയ രൂപത്തിലുള്ള പ്രതിഷേധം വന്നു. ജിതിൻ, ഈ സംഭവം നടന്നത് വയനാട്ടിലായതുകൊണ്ടാണ്. ഒരുപക്ഷെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷററായിട്ട് പോലും NCPയുടെ മന്ത്രിയെ ന്യായീകരിക്കേണ്ട ബാധ്യതയിലേക്ക് ജിതിൻ പോകുന്നത്. ഇങ്ങനെ ഒരു സംഭവം തിരുവനന്തപുരത്തോ എറണാകുളത്തോ മറ്റോ ആയിരുന്നെങ്കിൽ ഡിവൈഎഫ്ഐക്ക് പോലും ഇറങ്ങി ആ മന്ത്രിക്ക് നേരെ പ്രതിഷേധം ഉയർത്തേണ്ട ഗതികേടിലേക്ക് പോയേനെ. അതുണ്ടാകാതിരുന്നത് അത് വയനാടായതുകൊണ്ടാണ്. അതറിയാത്ത ആളല്ല ജിതിൻ. പ്രതിഷേധത്തിന്റെ ഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വിഷ്വൽസ് എടുത്ത് പരിശോധിച്ച് നോക്കൂ. അവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ മുഴുവൻ ആളുകളും ആ പ്രദേശത്തുണ്ടായിരുന്നു. അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലേക്ക് പറയാൻ വേണ്ടി പാടില്ല. കൃത്യമായി ഡിവൈഎഫ്ഐയുടെയും പാർട്ടിയുടെയും ലീഡർഷിപ്പ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ആ വിഷയത്തിൽ വളരെ ഗൗരവത്തിലുള്ള ഇടപെടൽ നടത്തിയതാണ്. തുടക്കത്തിലുള്ള വിഷ്വൽസ് നിങ്ങൾ പരിശോധിച്ചാൽ ഞങ്ങൾക്ക് അത് വളരെ കൃത്യമായി മനസ്സിലാകും. പിന്നെ ഇവിടെ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നത്, ഇന്നലെയും നടത്തിയിരുന്നു ചർച്ച. മിനിഞ്ഞാന്നും ഈ പ്രദേശത്ത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളൊക്കെ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണ്. ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് പാർട്ടി ഉൾപ്പെടെ അവിടെ നടത്തിയിട്ടുള്ളത്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ ചർച്ചകൾ. എന്തെങ്കിലും ആശങ്ക പരിഹരിക്കപ്പെട്ടോ അതിൽ ജിതിൻ? ഒരു നാട്ടുകാരനെങ്കിലും പറയുമ്പോ ഈ ചർച്ചയിൽ ആശങ്ക പരിഹരിച്ചു എന്ന് ഇപ്പോഴും ഈ നരഭോജി കടുവ എന്ന് പേരിട്ട് വിളിച്ചു. അത് ആ കടുവ പോലും അറിയുന്നില്ലല്ലോ. ആ കടുവ കാണാമറയത്താണ്. എന്ത് നടപടി, ആ ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും ഒരു വിശ്വാസം വനം വകുപ്പിനുണ്ടോ ഈ സമയത്ത്? അങ്ങനെ ജിതിൻ നിങ്ങൾ നോക്ക്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉണ്ടോ? കേരളത്തിനകത്ത് ഇതിനു മുമ്പ് ഗവൺമെന്റ് ഉണ്ടായിരുന്നല്ലോ. ഈ ഇടതുപക്ഷം മാത്രമാണോ ഭരിച്ചത്? അല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ സമയത്ത് തിരുനെല്ലിയിൽ ഉൾപ്പെടെ വയനാട് ജില്ലക്കകത്ത് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു സംസ്ഥാന അല്ല ജിതിൻ, ആ കാലഘട്ടത്തിൽ എത്ര പേര് കടുവ പിടിച്ചു മരിച്ചു, എത്ര പേര് ആന ചവിട്ടിക്കൊന്നു? ആ കണക്കും കൂടെ പറയൂ. കണക്കൊക്കെ വളരെ കൃത്യമാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ്. നേരത്തെ നിങ്ങൾ ശശീന്ദ്രൻ മിനിസ്റ്ററുടെ ഒരു ബൈറ്റ് കൊടുത്തു. ആ ബൈറ്റിനകത്ത് അദ്ദേഹം തന്നെ പറയുകയാണ്, ഇന്ന് രാവിലെ അവിടെ യോഗം ചേർന്നു, കളക്ടറേറ്റ് യോഗം ചേർന്നു. ആ യോഗത്തിനകത്ത് മുഖ്യമന്ത്രി നേരിട്ട് അവരുടെ ഫോണിൽ വിളിച്ച് ആ യോഗത്തിനകത്ത് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. കടുവയെ വെടിവെച്ചു കൊല്ലണം. സാധാരണ എന്താ പറയാ, മയക്കുവെടി വെക്കണം എന്നുള്ളതാണ്. അതിനുശേഷം കൂട്ടിൽ കയറ്റി ഇതിന്റെ ആവാസ കേന്ദ്രമായിട്ടുള്ള സ്ഥലത്ത് പ്രാർപ്പിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ജിതിൻ, ഈ കോഴിക്കോട് ഫാഷൻ ഷോയിൽ പങ്കെടുത്ത പാട്ടുപാടി പരിഹാസമേറ്റത് മറയ്ക്കാൻ വേണ്ടിയിട്ടല്ല മന്ത്രി അവിടെ വന്ന് പ്രഹസനം പോലെ ഒരല്പസമയം അവിടെ നിന്ന് വളരെ പെട്ടെന്ന് തിരിച്ചുപോയത് അല്ലേ? അതൊന്നും ഈ പ്രതിഷേധ ചൂട് അറിഞ്ഞതുകൊണ്ടൊന്നും ആയിരുന്നില്ല. എത്ര പെട്ടെന്ന് തിരിച്ചുപോയി? മന്ത്രി അവിടെ വന്ന സമയത്ത് പ്രതിഷേധം ഉണ്ടായി, ശരിയാണ്. ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാ. പ്രതിഷേധം ഉണ്ടാവില്ലേ? ഏത് വിഷയത്തിലാ പ്രതിഷേധം ഇല്ലാത്തത്? ഏറ്റവും പ്രധാനമായി ഒരാളെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് മാത്രമല്ല ഭക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. പ്രതിഷേധം ഉയർന്നു വരും, ഒരു തർക്കമില്ല. എല്ലാ പ്രദേശത്തും അത് ഉയർന്നു വരും. മന്ത്രി അവിടെ വന്ന് വീട് സന്ദർശിച്ച് അങ്ങ് പോവുകയല്ല ചെയ്തത്. നിങ്ങൾ നോക്ക്, ആ ചർച്ച കഴിഞ്ഞ് അവസാനം മന്ത്രി പോകുന്ന സമയത്ത് അവിടെ പ്രിയദർശിനി എസ്റ്റേറ്റിൽ പോയി ചർച്ചയിൽ പങ്കെടുത്തു. നാട്ടിലെ മുഴുവൻ ആളുകൾക്കും പറയാനുള്ളത് കേട്ടു. കേട്ടതിന് ശേഷം മന്ത്രി പോകുമ്പോ മന്ത്രിക്ക് ടാറ്റ കൊടുത്ത ആ പ്രദേശത്തെ ജനങ്ങൾ യാത്രയാക്കിയത്. കാരണം ഈ ഗവൺമെന്റിനകത്ത് വിശ്വാസമുണ്ട്. നിങ്ങളെ മന്ത്രിയുടെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഇടപെടൽ ഇവിടെ വലിയ രൂപത്തിൽ പെരുപ്പിച്ച് കാണിക്കുമ്പോഴും ലാസ്റ്റ് ആ പ്രദേശത്തെ ജനങ്ങൾ ടാറ്റ കൊടുത്തു. എന്നിട്ടാ പറഞ്ഞയച്ചത്. അതും കൂടെ നിങ്ങൾ കാണാതെ പോകാൻ വേണ്ടി പാടില്ല. ഞാൻ അതിന്റെ ഇടയിലൂടെ പറയുന്നില്ല ജിതിൻ, കേരള ഗവർണർ ഇവിടുന്ന് പോയപ്പോഴും ടാറ്റ കൊടുത്തിട്ടാണല്ലോ SFI എടുത്തിട്ട്. ടാറ്റയുടെ കണക്കൊന്നും പറയണ്ട. കേരള ഗവർണർ പോയതുപോലെയാണോ ഇത്? നിങ്ങൾ അത് മനസ്സിലാക്കണ്ടേ.
ഒരു വലിയ പ്രതിഷേധം, റോഡിനകത്ത് ജനങ്ങൾ കുത്തിരുന്ന് പ്രതിഷേധിക്കുക. ആ പ്രതിഷേധത്തിനകത്ത് ജനങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അവിടെ ചർച്ചയിൽ പരിഹരിച്ചു. നിങ്ങൾ ആ പ്രദേശത്തെ ആളുകളോട് നോക്കൂ. ആ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി അവിടെ എത്തിയ മന്ത്രിയുടെ മുമ്പിൽ ഓരോ വിഷയവും അവിടെ ശ്രദ്ധയിൽപ്പെടുത്തി അനുഭാവപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ അവിടെ കൈക്കൊണ്ടു. അങ്ങനെയല്ലേ ചർച്ചയിൽ നിന്ന് പുറത്തിറങ്ങി വരിക? അല്ലാതെ ഈ രൂപത്തിൽ ആ പ്രദേശത്തെ ആളുകൾ അവിടെ പ്രതിഷേധം അവസാനിച്ചോ? അവിടെയുള്ള ഏത് രൂപത്തിലേക്ക് മാറും? അവിടെ പ്രതിഷേധം അവസാനിച്ചോ? അവസാനിച്ചു എന്നുള്ളതല്ല, ഇന്ന് മന്ത്രി അവിടെ നിന്ന് ചർച്ച കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ആ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായി കേട്ടു. അത് പരിഹരിക്കാൻ വേണ്ടി, നിങ്ങൾ അത് പറയാൻ വേണ്ടി സമ്മതിക്കണം, അത് പരിഹരിക്കാൻ വേണ്ടി ഇന്നേ വരെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത രൂപത്തിലേക്കുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ നോക്ക്, 10 RRT ടീമിനെ രൂപീകരിച്ചു. 8 പേരടങ്ങുന്ന 10 RRT ടീമിനെ രൂപീകരിച്ചു. ആ RRT ടീമിന്റെ നേതൃത്വത്തിൽ കാടിനകത്ത് കയറി തെരച്ചിൽ നടത്തുമ്പോ അവിടെ ഒരാൾക്ക് പരിക്ക് പറ്റുന്ന, RRT ടീമിനകത്തുള്ള ഒരാൾക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ കൃത്യമായ ഇടപെടൽ നടത്തുകയാണ്. സാധാരണ എന്താ ചെയ്യുക? വനം വകുപ്പ് ഒരു കൂടും കൊണ്ടുവച്ച് പോകുന്ന സാഹചര്യം. ഞങ്ങൾക്ക് അതിൽ വളരെ വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ നിലപാട് സ്വാഗതാർഹമാണ്. എന്ത്? വെടിവെച്ചു കൊല്ലണം, നരഭോജി കടുവയാണ്, അതിനെ വെടിവെച്ചു കൊല്ലണം. ഡിവൈഎഫ്ഐയുടെ നിലപാട് അത് തന്നെയാ. ഇതിനു മുമ്പ് തിരുനെല്ലി പഞ്ചായത്തിനകത്ത് വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർന്നു വന്ന സമയത്ത് ഞങ്ങൾ കൃത്യമായ നിലപാടെടുത്തത് അത് തന്നെയാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല. ഈ പഞ്ചാരക്കല്ലി സ്വദേശി രാധയെ കടിച്ചുകൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലുമെന്ന് സുരക്ഷ നൽകാത്ത രൂപത്തിലേക്കുള്ള സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അതിനെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതൊരു ഗവൺമെന്റ് കേന്ദ്ര നയത്തെ പോലും, കേന്ദ്രത്തിന്റെ നിയമത്തെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുക. അത് മാത്രമല്ല, അവിടെ നാളെ നമ്മുടെ നാടിനകത്ത് തണ്ടർ ബോൾട്ട് സംവിധാനം ഉണ്ട്. തണ്ടർ ബോൾട്ടിന്റെ വലിയൊരു ടീമിനെ ഉൾപ്പെടെ ഈ തെരച്ചിലിന്റെ ഭാഗമാക്കി ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല, അല്ലെങ്കിൽ ഈ രൂപത്തിലാണ് പോകുന്നത് എന്ന് 1 or 2 ചെറിയ കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഏറ്റവും വളരെ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ തിരികെ എത്താം. ശ്രീ പി കൃഷ്ണദാസ്, BJP ഈ വിഷയം മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഉയർത്തിപ്പിടിക്കുക എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് വ്യക്തമാണ്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ പറയുന്ന അവകാശവാദങ്ങളൊക്കെ അംഗീകരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നരഭോജി കടുവ എന്നൊരു കടുവയ്ക്ക് പേര് പോലും ഇട്ടിരിക്കുന്നത് ഇതാ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ്. കടുവ ഒരാളെ കൊന്നതുകൊണ്ടാണ്, ഭക്ഷിച്ചതുകൊണ്ടാണെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. ഏത് തരത്തിൽ ചോദ്യം ചെയ്യണം? ഇതിൽ കൂടുതൽ ഒരു സർക്കാർ എന്തൊക്കെ ചെയ്യും? ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ ഇന്നലെ മന്ത്രിയുടെ ദൃശ്യങ്ങൾ അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളതൊക്കെ എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തതല്ലേ. ഇന്നലെ കളക്ടർ എവിടെയായിരുന്നു? ഇന്നലെ ADM എവിടെയായിരുന്നു? ഇന്നലെ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥന്മാർ എവിടെയായിരുന്നു? ഇനി ഇതൊക്കെ പോകട്ടെ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണല്ലോ ഈ കാര്യങ്ങളെല്ലാം നടക്കേണ്ടതും നടപടികൾ സ്വീകരിക്കേണ്ടതും. എന്താ ചെയ്തത്? എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? ഇനി പോകട്ടെ, ഇന്ന് DFOയുടെ അനുഭവം എന്തായിരുന്നു? ഇന്ന് രാവിലെ ചാനലുകളെല്ലാം റിപ്പബ്ലിക് ദിനത്തിന്റെ സന്ദേശങ്ങളും അതിന്റെ പരിപാടികളും ചാനലുകളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏതാണ്ട് എല്ലാ ചാനലുകളും പ്രധാനമായി കൊടുത്തൊരു വാർത്ത എന്താണ്? DFO ഒരു SI, ഒരു SHO വാർത്താ മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് തള്ളി മാറ്റി കൊണ്ടുപോകുന്നു എന്നല്ലേ എല്ലാവരും കൊടുത്ത വാർത്ത. അപ്പൊ എന്താ എന്തെങ്കിലും ഈ കാര്യത്തിൽ സർക്കാരിന് നടപടി സ്വീകരിക്കാൻ ഇപ്പോ പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോഴും എന്താ പറഞ്ഞത്? ഞാനവിടെ പോയപ്പോ എനിക്ക് സങ്കടം കൊണ്ട് നിങ്ങളെയൊന്നും അഭിമുഖീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നലെ അദ്ദേഹം സങ്കടത്തിലായിരുന്നില്ല, സന്തോഷത്തിലായിരുന്നു. അപ്പൊ ഒരാളെ എന്ത് ചെയ്തു എന്നുള്ളതല്ല, ഭരണകൂടം എന്ത് നിലപാട് സ്വീകരിച്ചു, ജില്ലാ ഭരണകൂടം എന്ത് നടപടി സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട വനം മന്ത്രി ഇന്ന് വളരെ തന്ത്രപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയോട് ചോദിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ വകുപ്പിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എടുക്കേണ്ട തീരുമാനം, നടപടികൾ സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥർ, ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തതിന് അത് മുഖ്യമന്ത്രിയുടെ തലയിലേക്ക് വരും. മുഖ്യമന്ത്രിക്ക് വൈൽഡ് ലൈഫ് നിയമവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയെ സ്വീകരിക്കാൻ പ്രത്യേകമായുള്ളത്? അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് ഈ സർക്കാരിനുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ ശരി, ഏതെങ്കിലും ഒരു മന്ത്രിക്ക് പ്രത്യേകമായി മറ്റെന്തെങ്കിലും അധികാരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ? അപ്പൊ ജില്ലാ ഭരണകൂടവും ADM-ഉം ജില്ലാ കളക്ടറും ചേർന്നുകൊണ്ട് എടുക്കേണ്ട ഒരു നടപടിയും തീരുമാനവും, അതിൽ ഒരു നടപടിയും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വീകരിച്ചില്ല. അതൊരു സ്ഥലത്തും ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ
ഈ തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തടയാനുള്ള ഫെൻസിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലും കിടങ്ങുകൾ നിർമ്മിക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു നടപടികൾ സ്വീകരിക്കേണ്ട കാര്യത്തിലാണെങ്കിലും സർക്കാരിന് ചെലവഴിക്കാൻ കഴിയുന്ന തുക സർക്കാരിന്റെ കയ്യിലിരിക്കുന്നതിൽ ഇതിപ്പോ നമ്മൾ ജാനുവരി മാസത്തിലാണല്ലോ ഇരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആകെ ലഭിച്ചിട്ടുള്ള തുകയുടെ 47% മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സർക്കാർ ഇതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ 2014 മുതൽ അല്ല ശ്രീ കൃഷ്ണദാസ്, അതുകൊണ്ടാണോ ഈ പുതിയ കാര്യങ്ങളൊന്നും കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തിയിട്ടില്ല? വിളിച്ചാൽ കോള് പോകും, അങ്ങനെയാണ് മന്ത്രി പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രി ഏതാണ്ട് 1.5 മാസം മുൻപാണ് വയനാട് അടക്കമുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ചത്. അന്ന് അദ്ദേഹം സുവ്യക്തമായ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു വയനാട്ടിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ കേരളത്തിലെ എന്നുള്ളതല്ല, രാജ്യത്തെ ഏത് സംസ്ഥാനത്തു നിന്നും പ്രത്യേകിച്ച് ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും നടപടിയുടെ ആവശ്യമായിട്ടുള്ള നിലപാടുകൾക്ക് വേണ്ടി ഫോൺ ചെയ്താൽ അനുമതി കൊടുക്കുന്ന സാഹചര്യമാണുള്ളത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്നുള്ളത് സംസ്ഥാന സർക്കാർ പറയട്ടെ, അപ്പൊ നോക്കാം. ഇതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ എടുക്കേണ്ട നടപടികളാണെന്ന് ഇതെല്ലാം. എവിടെയാ തടസ്സമുള്ളത്? എന്താ നടപടിക്ക് കാലതാമസമുള്ളത്? ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് അതിന്റെ ഫണ്ട് ഉപയോഗത്തെ കുറിച്ച് മാത്രമല്ല, നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഈ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എറണാകുളം ജില്ലയിലാണെങ്കിലും ഇടുക്കി ജില്ലയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും മറ്റ് ജില്ലകളിൽ, പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ, ഇത് ഒരു ജില്ലയെ കുറിച്ച് മാത്രമല്ലല്ലോ കേരളത്തിൽ പ്രശ്നമുള്ളത്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ജില്ലകളിൽ എന്താണ് ഈ സർക്കാർ കൊടുത്തിട്ടുള്ളത്? നേരത്തെയുള്ള വാഗ്ദാനങ്ങൾ, അതിന്റെ നടപടികൾ. വിളക്കുകൾ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ? ഇനി കിടങ്ങുകൾ തീർക്കുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഇനി ഫെൻസിങ് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ അതിനുള്ള ഫണ്ട് വിനിയോഗം നടത്തി അത് പൂർത്തിയാക്കിയിട്ടുണ്ടോ? ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കേണ്ട സുരക്ഷയും സാമൂഹികപരമായിട്ടുള്ളത് മാത്രമല്ല, അവരുടെ ജീവന സ്വത്തിനും ലഭിക്കേണ്ട സുരക്ഷയ്ക്ക് ഒരുക്കേണ്ട മാനദണ്ഡങ്ങൾക്ക് വകയിരുത്തി സർക്കാരിന്റെ കയ്യിലിരിക്കേണ്ട പണമുണ്ടല്ലോ, അത് ചെലവഴിക്കണ്ടേ? ശ്രീ പി കൃഷ്ണദാസ്, ഒറ്റ കാര്യം ചോദിച്ചിട്ട് ഞാൻ തിരികെ എത്താം. ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നാൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭരണസിരാ കേന്ദ്രങ്ങളിലും കോലം കത്തിക്കാനും സമരം നടത്താനും ഒക്കെ കഴിവുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉള്ള പാർട്ടിയാണല്ലോ BJP. ഇതൊരു വലിയ വിഷയമായിട്ട് ഇപ്പോഴും പറയുമ്പോഴും സർക്കാരിന്റെ ഭാഗത്താണ് വലിയ വീഴ്ചയെന്നും പറയുമ്പോഴും എന്താണ് അങ്ങനത്തെ പ്രതിഷേധ മാർഗങ്ങളിലേക്കൊന്നും BJP പോകാത്തത്? വയനാട്ടിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും നടക്കുന്ന ജനകീയ പ്രതിഷേധങ്ങളുടെ കൂടെ BJPയും ഉണ്ട്. പിന്നെ ഇതൊരു രാഷ്ട്രീയപരമായി വൽക്കരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട. ഇതിനൊരു പ്രത്യേക രാഷ്ട്രീയം എടുക്കേണ്ടതുണ്ടോ? ഏതെങ്കിലും കൊടി പിടിച്ച് സമരം ചെയ്യേണ്ടതുണ്ടോ? ആ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു അല്ല, സർക്കാരിന്റെ ഭാഗത്താണ് വീഴ്ചയെങ്കിൽ അത് രാഷ്ട്രീയപരമായി എടുക്കണമല്ലോ. അതല്ലെങ്കിൽ സർക്കാർ പറയുന്ന പോലെ ഒപ്പം നിൽക്കണം. രണ്ടിലേതെങ്കിലും ഓരോ ഓപ്ഷൻ എടുക്കണമല്ലോ. സെൻട്രൽ ഗവൺമെന്റ് ഒപ്പം നിൽക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചതെങ്കിൽ ഒപ്പമല്ല, മുന്നിലുണ്ട് എല്ലാ കാര്യത്തിനും. അത് അല്ല, കേരളത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഒപ്പം എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് മന്ത്രി പറഞ്ഞത്. സർക്കാരിന്റെ ഒപ്പം നിൽക്കൂ ജനങ്ങൾ എന്നാണ്. ഇത് രാഷ്ട്രീയമായി എടുക്കുന്നില്ലെങ്കിൽ രാഷ്ട്രീയമല്ലാത്തൊരു പിന്തുണ കൊടുക്കാം, അതല്ലെങ്കിൽ ഇതിൽ പ്രതിഷേധം നടത്താം. ഇത് രണ്ടും ചെയ്യുന്നില്ല. സർക്കാരിന്റെ വീഴ്ചയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതായത് ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ, ആ ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിച്ചോ എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ കൊടിപിടിച്ചോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ സമരം നടത്തിയോ എന്നുള്ളതല്ല. സമരം നടത്തേണ്ട സാഹചര്യം ആകുന്നതേ ഉള്ളൂ. അവിടെ ഒരു പ്രശ്നം നടന്നു, അവിടെ ദാരുണമായിട്ടുള്ള സംഭവം നടന്നു. ആ സംഭവം നടന്നാൽ അന്ന് അപ്പൊ തന്നെ അരമണിക്കൂറിൽ കൊടിപിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലല്ലോ ആ വിഷയമുള്ളത്. ആ വിഷയം ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. ആ സംഭവത്തിൽ വിഷമതകൾ അനുഭവിക്കുന്ന, കെടുതികൾ അനുഭവിക്കുന്ന ആളുകൾ അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അത് ജില്ലാ ഭരണകൂടമാണ് സ്വീകരിക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചീഫ് വൈൽഡ് അല്ല ലൈഫ് ശ്രീ പി കൃഷ്ണദാസ്, ഞാൻ പിന്നെ ചോദിക്കുന്നത്, ഈ കടുവാക്രമണത്തിൽ ഒരാൾ മരിച്ചിട്ട് ഇപ്പോഴും ദിവസങ്ങളായി, അരമണിക്കൂറൊന്നുമല്ല. അതായത് ഒരു പ്രതിഷേധിക്കാനൊക്കെയുള്ള ഒരു സമയവും സാവകാശവും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. രാഷ്ട്രീയമായിട്ട് ഈ വിഷയം കത്തിക്കാൻ കഴിയുകയില്ല എന്ന് BJP മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കും രാഷ്ട്രീയ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാത്തത്. അതെന്തുകൊണ്ടാണ്? അങ്ങനെയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അപ്പൊ തന്നെ അതിൽ രാഷ്ട്രീയം കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വിഷയമാണെങ്കിലാണ്. ഇതൊന്നും രാഷ്ട്രീയപരമായ വിഷയമില്ല. ഇത് ജനങ്ങളുടെ ജീവന സ്വത്തിനുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ സർക്കാരിന്റെ വീഴ്ച എത്രത്തോളം വന്നിട്ടുണ്ട്, എത്രത്തോളം അതിൽ സർക്കാരിന്റെ വീഴ്ച ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അതിന്റെ ഒരു നടപടിക്രമങ്ങൾ വരുമ്പോഴാണല്ലോ പ്രത്യക്ഷ സമരത്തിലേക്ക് വരിക. ഓക്കെ, റൈറ്റ്, ശരി. ആ ഒരു സാവകാശം എടുക്കുകയാണ് BJP എന്ന് മനസ്സിലായി. ഞാൻ തിരികെ എത്താം. ശ്രീ TC ജോസഫ്, വലിയ രാഷ്ട്രീയ സമരങ്ങളിലേക്ക് പോകേണ്ട ഘട്ടമല്ല ഇത്, ആലോചിച്ച് ചെയ്യേണ്ട വിഷയമാണ്. അത് സർക്കാരിനെ ഇത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുമ്പോഴും പറയുന്നത് BJP ആണ്.
കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വസന്ത തെങ്ങുപള്ളി നമുക്കൊപ്പം ചേരും. കോൺഗ്രസ് നടത്തിയ പ്രതിഷേധം വയനാട്ടിൽ മാത്രമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിനപ്പുറത്തേക്ക് എന്താണ് കോൺഗ്രസ് പറയുക എന്നറിയുകയില്ല. അങ്ങനെ ഒരു സാവകാശം എടുത്തുകൊണ്ടു പോകേണ്ട ഒരു വിഷയം, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്, അങ്ങനെയാണോ നിങ്ങൾ കണക്കാക്കുന്നത്? സത്യത്തിൽ സർക്കാർ നൽകുന്ന ഈ ഉറപ്പുണ്ടല്ലോ, മന്ത്രി ആ വീട്ടിൽ വന്ന് കൊടുത്തിട്ട് പോയൊരു ഉറപ്പ്, വയനാട്ടുകാർ അത് വിശ്വസിക്കുന്നുണ്ടോ? പറയാനുള്ളത്, എനിക്ക് സഹതാപം തോന്നുന്നു ഇവിടുത്തെ ചർച്ചകൾ കേൾക്കുമ്പോൾ. കഴിഞ്ഞ 45 വർഷമായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് വയനാട്ടുകാർക്ക്. 1980 മുതൽ 2025 ആകുമ്പോഴത്തേക്ക് 158 ആൾക്കാർ, നമ്മുടെ രാധ കൊല്ലപ്പെടുമ്പോൾ 158 ആൾക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 8 ആൾക്കാർ കടുവകളാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? ഇവിടെ ഭരണം മാറി മാറി വന്നിട്ടുണ്ടല്ലോ, പരിഹാരം കണ്ടെത്തണ്ടേ? ഇതിന് ഇത്തരം വിഷയം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി ചേരിതിരിഞ്ഞ് കുറ്റപ്പെടുത്തുന്നതിനപ്പുറമായി കൂട്ടായ ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തപ്പെട്ട് കഴിയണം. എന്താണ് കടുവയുടെ പ്രശ്നം? 2010 ടൈഗർ കൺസർവേഷൻ ആക്ട് വരുന്നത്, അന്തർദേശീയ തലത്തിലുള്ള ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ അതിലിവിടെ കേന്ദ്രത്തിൽ കുറെ നിയമങ്ങൾ എത്തിയിട്ടുണ്ട്. അതിൽ തന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ട, വൈൽഡ് ലൈഫ് ആക്ട് വായിച്ചാൽ മനസ്സിലാവും. 22 ഒന്നിലധികം മനുഷ്യനെ വന്യമൃഗങ്ങൾ കൊല്ലുകയോ നിരന്തരം ഭീഷണിയാവുകയോ ചെയ്യുകയാണെങ്കിൽ ഉപാധികളോടെ കൊല്ലാം എന്നുള്ള ഒരാക്ട് പറയുന്നുണ്ട്. 3-4 ഷെഡ്യൂളിൽപ്പെട്ട മൃഗങ്ങൾ മനുഷ്യനെ കൊല്ലുകയോ കൃഷി നശിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഉപാധികളോടെ കൊല്ലാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് മുഴുവൻ മൃഗങ്ങളെ കൊന്നൊടുക്കണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, പരിഹാരം കണ്ടെത്തണം. ഇപ്പൊ എന്താ സ്ഥിതി? ഈ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയക്കാരോട് സംസാരിക്കുന്നുണ്ടല്ലോ, 5 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. കുരങ്ങൊക്കെ 5ാമത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. പന്നി ആദ്യ ക്ഷുദ്രജീവിയിലായിരുന്നു. അതിലിപ്പോ 1ാമത്തെ ഷെഡ്യൂൾ കൊടുത്ത് എല്ലാത്തിനെയും ഒറ്റ ഷെഡ്യൂൾ. ഒരു കുരങ്ങിനെ പരിക്കേൽപ്പിക്കുകയോ അതിനെ കൊല്ലുകയോ 7 വർഷം മനുഷ്യന് തടവാണ്. ഇത് മാറ്റണ്ടേ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കൊന്നെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, മുഴുവനെ കൊന്നെടുക്കണമെന്ന് പറഞ്ഞത്. ഇതിൽ ചെയ്യേണ്ടതാണ്, കടുവകൾ കാടിറങ്ങുന്നപ്പോഴാണ്. കടുവകൾ കാടിന് ആവശ്യമാണ്. ആനയുടെയും മറ്റു മൃഗങ്ങളുടെയും വംശത്തെ നിയന്ത്രിക്കുന്ന കടുവകളാണ്. കാടിന് ആവശ്യമാണ്. കാട് ഇറങ്ങുന്ന സമയത്ത് മനുഷ്യ ഉപദ്രവമാകുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അതിനെന്ത് ചെയ്യണം? കടുവകൾ പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ പ്രായാധികം കൊണ്ട് കാട്ടിനെ നിലനിടാൻ കഴിയാത്ത സമയത്താണ് പുറത്തിറങ്ങുന്നത്. അങ്ങനെ കടുവയുടെ സമീപനം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നിരീക്ഷണം ഏർപ്പെടുത്തി ആ കടുവ പ്രായത്തിരിക്കുന്നതോ പരിക്കേറ്റതാണെങ്കിൽ അതിനെ മയക്കുപിടിച്ച് പിടിച്ച് അതിനെ സംരക്ഷിക്കപ്പെടണം. ഞങ്ങൾ അങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. വെടിവെച്ച് കൊല്ലണം എന്നല്ല പറയുന്നത്. അവസാന ഘട്ടത്തിലാണ് വെടിവെച്ച് കൊല്ലുന്നത്. എന്തുകൊണ്ട് വയനാട്ടിലെ പല സ്ഥലങ്ങളിലും കടുവകൾ അല്ല, അത് വെടിവെച്ച് കൊല്ലണ്ട, പക്ഷെ നാട്ടുകാരുടെ പ്രതിഷേധം വെടിവെച്ച് കൊല്ലണം എന്ന് തന്നെയല്ലേ ശ്രീ ടി സി ജോസഫ്? അതിന് താങ്കൾ അതല്ലാത്തൊരു അഭിപ്രായം പറയുന്നത് അത് മനസ്സിലാകുന്നില്ല. അല്ല, ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ രാധ കൊല്ലപ്പെടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ രാധ കൊല്ലപ്പെടുന്നത്. പുൽപ്പള്ളിയിൽ കടുവ ഇറങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണ്ടത്ര നിരീക്ഷണം നടത്തി പിടിക്കാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല, ഹൈക്കോടതി കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല, തിരുനെല്ലി പഞ്ചായത്ത് അനുഭവിച്ചിരിക്കുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്. ഇത്തരത്തിലുള്ള കടുവയെ പിടിക്കപ്പെടാൻ കഴിയുന്നില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതിന് ആവശ്യമാണ്. മനുഷ്യൻ കോടതിയുണ്ട്, ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരുണ്ട്, നമ്മൾ കുറ്റവാളികളെ തൂക്കിക്കൊല്ലാറുണ്ട്, ആരും അതിനെ എതിർക്കുന്നില്ലല്ലോ. എന്നുപോലെ മൃഗങ്ങളുടെ സ്വഭാവ വ്യത്യാസങ്ങളുണ്ട്. ഇതൊന്നും പരിശോധിക്കപ്പെടണമെന്നാണ് ഞാൻ എനിക്ക് പറയുന്നത്. മറ്റു വിഷയം എന്താണ്? കൃഷിക്കാരന്റെ ഞങ്ങളുടെ വിലാപം എന്താണ്? ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പരം വെല്ലുവിളിക്കാണ് ചെയ്യുന്നത്. ദയവായി ബഹുമാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതികളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ ഈ വിഷയങ്ങൾ ഒന്നായി ചർച്ച ചെയ്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുകയും കേന്ദ്രത്തിനെ സമീപിക്കേണ്ടത് കൂട്ടായി കേന്ദ്രത്തിനെ സമീപിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാനുള്ളതാണ് വേണ്ടെന്നൊരു അഭ്യർത്ഥന എനിക്ക് പറയാനുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് 555ഓളം നാഷണൽ സാങ്ച്വറികളും 157 നാഷണൽ പാർക്കുകളും 75 കടുവാ സങ്കേതങ്ങളുണ്ട്. അതിനകത്ത് കടുവാ സങ്കേതത്തിന് 75%, നാഷണൽ പാർക്കുകൾക്ക് 60%, സാങ്ച്വറിക്ക് 5% പട്ടിക നൽകേണ്ടതാണ് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ ഇപ്പം ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇവിടെ ഇപ്പം കോമ്പൻസേറ്ററി അഫോർസ്റ്റേഷൻ ഫണ്ട് എന്ന് പറയുന്നത് 10,000 കോടിയിൽ കൂടുതൽ കേന്ദ്രത്തിൽ കെട്ടിക്കിടക്കാണ് ചെയ്യുന്നത്. ഒരു പൈസ പോലും അതിന് കൊടുക്കാൻ വേണ്ടി കേന്ദ്രം തയ്യാറാവുന്നില്ല. അത് സംസ്ഥാനങ്ങൾ കൊടുക്കണ്ടേ, പരിഹാരം കണ്ടെത്തണ്ടേ? പിന്നെ മറ്റൊന്ന്, ഷോക്ക് ഫെൻസിംഗ് കൊണ്ടൊന്നും കടുവകളെ തടയാൻ വേണ്ടി കഴിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കടുവ എന്ന് പറയുന്ന ജീവി നിലത്തോട് ചേർന്ന് നടക്കുന്നതാണ്. പരമാവധി 2 അടി 3 അടി ഉയരമുള്ളൂ. ഇപ്പൊ കൊടുക്കുന്ന ഷോക്ക് ഫെൻസിംഗ് കടുവയ്ക്ക് പ്രായമുള്ള കടുവ ചാടി കിടക്കും. ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, കടുവയുടെ സാമീപ്യം മനസ്സിലാക്കി അതിനെ മുൻകൂട്ടി കണ്ട് പിടിച്ച് അതിനെ കൂട്ടിടുക തന്നെ ചെയ്യേണ്ടത്. 10-100 ചതുരശ്ര മീറ്റർ വരുന്ന ടെറിട്ടറി ഉണ്ടാക്കി അതിനകത്ത് സംരക്ഷിക്കപ്പെടണം. അതിനകത്ത് നാട്ടിൽ അറിഞ്ഞിടക്കുന്ന നായ്ക്കളുണ്ട്, അതിനെ പിടിച്ചു കൊടുത്തുകൂടെ, ഭക്ഷണം കൊടുത്തുകൂടെ? എത്രയോ പന്നികളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്, ആ പന്നികളെ അവർക്ക് കൊടുത്തുകൂടെ? എന്തൊരു വികലമായ തീരുമാനങ്ങളും നയങ്ങളും അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.
ശ്രീ ടി സി ജോസഫ്, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി നമുക്ക് ചേരുന്നു. വസന്ത്, ഞാൻ ആദ്യം രാഷ്ട്രീയം ചോദിച്ചിട്ട് വിഷയത്തിലേക്ക് വരാം. വി ഡി സതീശൻ യാത്ര നടത്തുമ്പോൾ അതിനകത്ത് കേന്ദ്ര നിയമത്തെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ എന്നാണ് ഈ വലിയ പ്രതിഷേധം നിങ്ങൾ അവിടെ നടത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ വിമർശിച്ചത്. കടുവയെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തിരിക്കുന്നു, നരഭോജി കടുവ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ഒരു പക്ഷേ കൊല്ലുന്നതിലേക്ക്, വെടിവെച്ച് കൊല്ലുന്നതിലേക്ക് കാര്യങ്ങൾ പോകും. ഇതാണോ പരിഹാരം? ഈ പരിഹാരമാണോ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെ, ഈ ചർച്ചയിൽ CPM-ന്റെ പ്രതിനിധി ഉണ്ടോ? ഞാൻ കണ്ടില്ല. ഉണ്ടോ? വയനാട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷറർ ഡി ജിതിനുണ്ട്. CPM-ന്റെ പ്രതിനിധി ഇല്ലല്ലോ. ഇന്നലെ പറയട്ടെ, ഇന്നലെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഏതാണ്ട് 2 ചാനലുകൾ, എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണും കൈരളിയും ഒഴികെ ബാക്കി എല്ലാ ചാനലുകളും ഈ വിഷയമാണ് എടുത്തത്. ഒരിടത്ത് പോലും CPM ഔദ്യോഗിക പ്രതിനിധിയെ വിട്ടില്ല. അവരാണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറയാൻ വരുന്നത്. അതായത് ഞങ്ങൾ, അവർക്ക് അറിയാമല്ലോ, കോൺഗ്രസ് ഇത് CPM തന്നെ പറഞ്ഞിട്ടുള്ള പ്രതിനിധിയാണ്. അതിനകത്ത് വരേണ്ടിയിരുന്നത് ഫ്രാൻസിസ് ആയിരുന്നു. ഫ്രാൻസിസിന് പകരമാണ് ജിതിൻ വന്നത്. ഒരു പക്ഷേ ഇന്നലത്തെ കാര്യം ഇതായിരിക്കും. ഇന്ന് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. വസന്ത്, ഓക്കെ ഇന്നലെയും മിനിഞ്ഞാന്നും എടുത്ത വിഷയത്തിൽ ഒരിടത്തും CPM-ന്റെ പ്രതിനിധി, ഔദ്യോഗിക പ്രതിനിധിയെ വിടാൻ തയ്യാറാവാതിരുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അവരത് പറയട്ടെ. ഞങ്ങൾക്ക് ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെ പറ്റി തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കഴിഞ്ഞ 18 മാസത്തിനിടയിൽ 123 ജീവനുകൾ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇല്ലാതായി, സംസ്ഥാനത്തിന് നഷ്ടമായി എന്ന് അങ്ങ് നേരത്തെ കോട്ട് ചെയ്ത എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞു. മാത്രമല്ലല്ലോ, 280,280 കേസുകൾ, വിവിധ കേസുകൾ സംസ്ഥാനത്ത് കഴിഞ്ഞ 18 മാസത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും അതിന്റെ നഷ്ടപരിഹാരമായി ബന്ധപ്പെട്ട 60% ഇനിയും പൂർത്തീകരിക്കാനുണ്ടെന്നും സംസ്ഥാന സർക്കാരിന്റെ തന്നെ വനംവകുപ്പിന്റെ മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പറഞ്ഞതാണ്. അങ്ങ് നേരത്തെ ചോദിച്ചില്ലേ ശശീന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ കടുവയുടെ തൊലിയേക്കാൾ വലിയ കട്ടിയുള്ള തൊലിയാണ് വനംവകുപ്പ് മന്ത്രിക്കുള്ളത്. തൊലിക്കട്ടി അപാരമാണ്. കാരണം അദ്ദേഹം ചോദിച്ചില്ലേ, നമ്മുടെ ഈ ആന ആക്രമണം ഉണ്ടായപ്പോ എ കെ ശശീന്ദ്രന്റെ പ്രതികരണം എന്തായിരുന്നു? ന്യൂസ് 18-ന്റെ ആർക്കീവ്സിലുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ മന്ത്രി ആയതുകൊണ്ടാണോ ആന വെളിയിൽ ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കുന്ന ഒരു മന്ത്രിയോട് എന്താ പറയാൻ പറ്റുക? 2, ബഡ്ജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ ഈ വന്യജീവി ആക്രമണം തടയാൻ വേണ്ടി മാറ്റിവെച്ചത് 200 കോടി രൂപയാണ്. അതിൽ 28 കോടി രൂപ സ്പെഷ്യലി വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പര പൂരകമായി മുമ്പോട്ട് പോകാനുള്ള സ്പെഷ്യൽ പാക്കേജ് എന്ന് പറഞ്ഞ് 28 കോടി രൂപ മാറ്റിവെച്ചു. കേന്ദ്രത്തെ നിങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഞാൻ കേന്ദ്രത്തിന്റെ ആളല്ല. എങ്കിൽ പോലും കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ 486 കോടി രൂപ സംസ്ഥാനത്തിന് അലോക്കേറ്റ് ചെയ്തിട്ട് 276 കോടി രൂപ ലാപ്സ് ആയി പോയി. CPM-ന്റെ പ്രതിനിധി ഉത്തരം പറയട്ടെ. കേന്ദ്രം ഈ വിഷയത്തിൽ തരുന്നില്ല എന്ന് പറയുമ്പോൾ പാതിയിലേറെ ഫണ്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് തടയാൻ വേണ്ടി കേന്ദ്രം നൽകിയതിൽ ലാപ്സാക്കിയ സർക്കാരാണ് കേരള സർക്കാർ. അപ്പൊ അതിന് ഉത്തരം പറയണ്ടേ? നോക്കൂ, ഈ നാടൊട്ടുക്കും, ഇപ്പൊ എന്റെ നാട് കോട്ടയത്താവട്ടെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ വയനാട്ടിലാവട്ടെ, പത്തനംതിട്ടയിലാവട്ടെ, നാടൊട്ടുക്കും സംസ്ഥാനത്തിന്റെ അങ്ങോളം ഇങ്ങോളം, നമ്മൾ രാജ്യത്തെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുന്നത് പോലെ പാറശാല മുതൽ കാസർഗോഡ് വരെ വന്യജീവി ആക്രമണത്താൽ ഭയന്ന് ജീവിക്കാത്ത ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്റെ നാട്ടിൽ, ഞാൻ ഇപ്പോൾ ചർച്ചയിലിരിക്കുന്ന കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 16 കിലോമീറ്റർ അപ്പുറത്താണ് 6 മാസം മുമ്പ് എരുമേലി അങ്ങേക്ക് അറിയുമ്പോൾ പേട്ടതുള്ളലൊക്കെ നടക്കുന്ന വിശ്വപ്രസിദ്ധമായ ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായ എരുമേലിയിൽ, ആ സിറ്റിയിൽ വീട്ടിൽ രാവിലെ റബ്ബർ വെട്ടാൻ പോയിട്ട് തിരിച്ചു വന്ന് കട്ടൻ കാപ്പിയും കുടിച്ച് പത്രം വായിച്ചുകൊണ്ടിരുന്ന വീട്ടുകാരനെ കാട്ടുമൊത്ത് കുത്തിക്കൊന്ന നാടുള്ള സംസ്ഥാനമാണിത്. എന്താ നിങ്ങൾ ഇതുവരെ നിലപാടെടുത്തത്? അതിനുശേഷം ആ കാട്ടുമൊത്തിനെ വെടിവെക്കണമോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി 2 ആഴ്ച കാലമെടുത്തു. നിങ്ങളുടെ DFO ആണോ ഉത്തരവിടേണ്ടത്, അതോ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ കളക്ടറാണോ എന്ന്? നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അവധാനതയും ഇല്ല എന്ന് മാത്രമല്ല, വന്യജീവി ആക്രമണത്തെ എങ്ങനെ നേരിടണമെന്ന് സർക്കാരിന് തുമ്പും തുരുമ്പും അറിയില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഈ പണിക്ക് കൊള്ളത്തില്ലാത്തവരാണ് എന്ന് സംസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ കടുവ പ്രശ്നം ഉണ്ടാവുന്നു. ഇതിനു മുമ്പ് എന്താണ് അരിക്കൊമ്പൻ എന്ന് പേരിട്ട് നമ്മളൊരു കൊമ്പന്റെ പുറകെ ഓടിയില്ലേ? എത്ര കാലം നമ്മൾ അത് ചർച്ച ചെയ്തു? നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ന്യൂ ആയി പെട്ടെന്ന് ഉദിച്ചു വന്നിരിക്കുന്ന വിഷയമല്ലല്ലോ വന്യജീവി ആക്രമണം. സംസ്ഥാന സർക്കാർ 2020 മുതൽ അടിക്കടി മിനിമം വസന്ത, പക്ഷേ
പ്രതിപക്ഷത്തിന് കൃത്യമായിട്ടുള്ള ഒരു സജഷൻ ഉണ്ടോ? ഇതിപ്പോ വസന്ത് ഇരിക്കുന്ന സ്ഥലത്താണ് ഈ കടുവയുടെ വിഷയം നടന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അവിടെയൊക്കെ സമരം ഉണ്ടാവുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് മലയോര മേഖലകളിൽ നടക്കുന്ന വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടികളും അതനുസരിച്ച് തന്നെയുള്ള പ്രതിഷേധം ഒക്കെ നടത്തുന്നുള്ളൂ. പ്രതിപക്ഷവും അതേ നടത്തുന്നുള്ളൂ, കോൺഗ്രസും അതേ നടത്തുന്നുള്ളൂ, യൂത്ത് കോൺഗ്രസും അത്രേ നടത്തുന്നുള്ളൂ. അതല്ലാതെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് പ്രതിപക്ഷത്തിനുണ്ടോ പറയാൻ? അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻസ് നിങ്ങൾ പുറത്തേക്ക് വെച്ചിട്ടുണ്ടോ ഇതുവരെ? തീർച്ചയായും ഉണ്ടോ പറഞ്ഞ. ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഈ വന്യജീവി ആക്രമണം നടക്കുന്ന വയനാട്ടിൽ, അല്ലെങ്കിൽ ഇതേ വന്യജീവി ആക്രമണം നടക്കുന്ന തേക്കടി, ഇവിടെയൊക്കെ പ്രൈവറ്റ് റിസോർട്ടുകളുണ്ട്. വന്യജീവി ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെടുന്നതിനും ഒരുപാടുള്ളിൽ സംസ്ഥാന സർക്കാരിന്റെ അടക്കം സ്ഥലം കയ്യേറിക്കൊണ്ട് നടക്കുന്ന റിസോർട്ടുകൾ. എന്തുകൊണ്ടാണ് റിസോർട്ടുകളിലേക്ക് വന്യജീവികൾ പോകാത്തത്? അവർ ഇലക്ട്രിക് ഫെൻസിങ് നടത്തുന്നുണ്ട്. അവരവരുടെ റിസോർട്ടുകളെ എങ്ങനെ ശാസ്ത്രീയമായി സംരക്ഷിക്കാം എന്നതിനെ കൃത്യമായി പ്ലാനിങ് നടത്തുന്നുണ്ട്. തേക്കടിയിൽ എത്രയോ റിസോർട്ടുകൾ, ഒരു റിസോർട്ടിന്റെ മുറ്റത്തോട്ട് ആന കടന്നു ചെല്ലുന്നില്ലല്ലോ. പക്ഷെ ആ റിസോർട്ടിനേക്കാളൊക്കെ ഒരുപാട് വെളിയിൽ നിൽക്കുന്ന നഗരമേഖലയിൽ, തേക്കടി എന്ന് പറയുമ്പോൾ കുമിളിയാണല്ലോ, നഗരമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പാവപ്പെട്ട കർഷകൻ രാവിലെ റബ്ബർ വെട്ടിട്ട് വരുമ്പോൾ അവനെ കുത്തിമലർത്തിയിട്ട് പോകുന്നു. എന്തുകൊണ്ടാ? കൃത്യമായി ഫെൻസിങ് നടത്തണം, ആന മതിൽ കെട്ടണം. ഇതിനൊക്കെ വേണ്ടി 25-35 കോടി രൂപ സംസ്ഥാന സർക്കാർ വിവിധ ഘട്ടങ്ങളിൽ മാറ്റിവെക്കും. അത് കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയ ആനയെ പിടിക്കാൻ വേണ്ടി കോടികൾ മാറ്റിവെക്കുന്നത് ഈ നാട്ടിൽ തന്നെ കുറെ വെള്ളാനകളുണ്ട്. ആ വെള്ളാനക്കൂട്ടം ഇതൊക്കെ തിന്ന് കൊഴുക്കുകയാണ്. എന്താ സംശയം? കാടിനുള്ളിലുള്ള എല്ലാ മരവും വെട്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അതിനുള്ളിൽ ഈ യൂക്കാലിസ് പോലുള്ള നമ്മുടെ പരിസ്ഥിതിയുമായി ചേർന്ന് പോകാത്ത ഒരുപാട് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. അശാസ്ത്രീയമായ നടപടികളാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കാലങ്ങളായി ചെയ്തു വരുന്നത്. കാടിനുള്ളിലോട്ട് പോയി നോക്കൂ. ഈ വെളിയിൽ കാണുന്നത് മാത്രമാണ് ഇപ്പൊ കാടുള്ളത്. ഉള്ളിലേക്ക് കടന്നു നോക്കണം. ഉള്ളിൽ കടന്നു നോക്കുമ്പോൾ അവിടെ കാടില്ല. ഉള്ളത് യൂക്കാലിസ് ഉണ്ട്, കുറെ തേക്ക് മരമുണ്ട്. ഇതെല്ലാം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വെച്ചുപിടിപ്പിച്ചതും അതിന്റെ ഉള്ളിൽ കിടങ്ങ് കെട്ടി അതിന്റെ ഉള്ളിൽ അവർക്ക് ചങ്ങാടവും മാടവും കെട്ടി സുഖജീവിതം നടത്തുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട്. ഏറെക്കുറെ ഏതാണ്ട് 80% ഈ ഡിപ്പാർട്ട്മെന്റിൽ വെള്ളാനകളാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 ബഡ്ജറ്റിലായി 1000-ഓളം കോടി രൂപ സംസ്ഥാന സർക്കാർ മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. എവിടെ പോയി? ആ ഫണ്ട് എവിടെ പോയി എന്ന് പറയണ്ടേ? ആ ഫണ്ട് മുഴുവൻ ഈ വെള്ളാനകൾ തിന്ന് കൊഴുക്കുകയാണ്. ജുഡീഷ്യൽ അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്, പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ്. ജുഡീഷ്യൽ അന്വേഷണമൊക്കെ വന്നാൽ ഈ 2 സർക്കാരും മാത്രമായിരിക്കില്ല, അതിന് മുന്നുള്ള സർക്കാരും തൂങ്ങിക്കോട്ടെ, അന്വേഷണം നടക്കട്ടെ. ഞാൻ കൃത്യമായി കണക്ക് പറഞ്ഞത് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലം തൊട്ടുള്ളതാണ്. അതിനുശേഷമുള്ള കണക്കിൽ അപർണ അങ്ങനെ വെറുതെ പറഞ്ഞു പോകരുത്. 236% വർധനമാണ് പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഈ വന്യജീവി ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാനത് ഞങ്ങളുടെ വലിയ മിടുക്കാണ്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവിടെ ആന ഇറങ്ങില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കൃത്യമായ പ്രതിരോധം ഉണ്ടായിരുന്നു. ആ പ്രതിരോധത്തിന്റെ സാധ്യതകളെക്കാൾ എത്രയോ സാധ്യതയാണ് 7 വർഷങ്ങൾക്ക് ഇപ്പുറം. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. ആ തരത്തിൽ 45 വർഷമായിട്ട് കൂടുന്ന വന്യമൃഗ ശല്യത്തെ കുറിച്ചാണ് കർഷകനായിട്ട് ശ്രീ TC ജോസഫ് പറയുന്നത്. ഞാൻ വസന്ത് അതിലേക്ക് വരാം. അശ്വിൻ ആരണ്യകം, അശ്വിൻ, രാഷ്ട്രീയ വിഷയം ഒരു വശത്തുണ്ട്, അപ്പോഴും കടുവ എന്ന് പറയുന്നത് ഈ തട്ടകം വിട്ടുപോകാത്ത ഒരു ജീവിയാണ്. സ്വാഭാവികമായിട്ട് ഒരു ഷൈ ആയിട്ടുള്ള ആനിമൽ എന്ന് പോലും പറയുന്നത്. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് ഇതൊരു അതിർത്തി, ഒരു വിഷയമുണ്ട്. മനുഷ്യൻ അതിർത്തി കടക്കുകയാണോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ടാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മനുഷ്യൻ അതിർത്തി കടക്കുകയാണെങ്കിൽ അത് പറയാൻ ഇവിടെ ഇരിക്കുന്ന ഈ പാനലുള്ള ഒരു രാഷ്ട്രീയ പ്രതിനിധിയും തയ്യാറാവില്ല എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഒരു വന്യജീവി ഗവേഷകൻ എന്ന രീതിയിൽ ഈ ഉണ്ടായ ഈ വിഷയം ഇത് നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ് നടത്തുന്നത്? ഒരു പഞ്ചാരക്കൊല്ലിയിലെ ഒരു കടുവ ആക്രമണത്തോടുകൂടി അല്ലെങ്കിൽ ആ കടുവയെ വെടിവെച്ച് കൊല്ലുന്നതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കുമെന്ന് അപർണ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ആരും യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല അശ്വിൻ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 ഇത്തരം വന്യജീവി കോൺഫ്ലിക്റ്റ് വിഷയങ്ങളിൽ നമ്മൾ തന്നെ ഈ പാനലിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു കടുവ അല്ലെങ്കിൽ ഒരു ആന ഒരാളെ ആക്രമിക്കുന്നു. അത് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കും. അതിനെ തണുപ്പിക്കാനായിട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും, അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും. ഇത് കഴിയുന്നതോടുകൂടി ഇപ്പൊ ഈ കടുവയെ എനിക്ക് തോന്നുന്നു എന്തായാലും അധിക കാലം നിൽക്കില്ല, 2-3 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ അതിനെ ഷൂട്ട് ചെയ്യും, അല്ലെങ്കിൽ അത് വയനാടിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഒന്നുകിൽ കർണാടക ഫോറസ്റ്റിലോട്ടോ മറ്റോ അത് മാറിപ്പോവും. അത്രേ ഉണ്ടാവുള്ളൂ. ഇനി വരുന്നതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിലോ അല്ലെങ്കിൽ സർക്കാരോ ചർച്ച ചെയ്യുന്നുണ്ടോ?
ഇപ്പൊ ബഹുമാനപ്പെട്ട അല്ല, വക്കീൽ ഈ പറഞ്ഞ പോലെ ആക്രമണം കോടികൾ എങ്ങനെയാണ് അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. ഈ ആക്രമണം എങ്ങനെ ഉണ്ടായി? ഉള്ള തട്ടകത്തിൽ നിന്ന് പുറത്തു വരാത്ത ഒരു കടുവ ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് പോയത്, ഒരു ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് പോയത് എന്തായിരിക്കും? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വയനാട് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ ഒരു കുറച്ച് ഭൂപ്രദേശം മാത്രമായിട്ട് കടുവയ്ക്കില്ല. കടുവയെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ഈ കാടുകൾ എന്ന് പറയുന്നത് നീലഗിരി ജൈവമണ്ഡലത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിനെ മുത്തങ്ങാന്നോ തോൽപ്പെട്ടിന്നോ ബന്ദിപ്പൂർന്നോ നാഗർഹോളാന്നോ ഇങ്ങനെ പല പേരിട്ട് വിളിക്കുന്നേ ഉള്ളൂ. കടുവയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ടെറിറ്ററി മാർക്ക് ചെയ്യേണ്ടത് കേരളത്തിന്റെ കടുവയാണ്, അത് തമിഴ്നാടിന്റെ കടുവയാണ് എന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റൂല. സ്വാഭാവികമായിട്ടും അതിന്റെ ഇപ്പോൾ കർണാടക ബന്ദിപ്പൂർ ഭാഗത്തുള്ള ഒരു കടുവയാണെങ്കിൽ അതൊരു പുതിയൊരു കടുവ അവിടെ വന്ന് ആ ടെറിറ്ററിക്ക് വേണ്ടി അടിയോട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കടുവ പരാജയപ്പെട്ടാൽ അത് അടുത്ത സ്ഥലത്തേക്ക് പലായനം ചെയ്യും. ഒരുപക്ഷെ നമുക്ക് ഈ സമയമായിട്ടും അത് ഏത് കാരണം കടുവകൾക്ക് കൃത്യമായിട്ട് സർവേയും അത് ഏത് സ്റ്റേറ്റിന്റെ ഉണ്ടാവും. നിലവിൽ അത് അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. അവർ അങ്ങനെ ഒരു വിവരം വന്നിട്ടുണ്ടായിരുന്നോ? ഇതുവരെ വന്നിട്ടില്ല. അത് പരിശോധിക്കും, കേരള ഡേറ്റാബേസിലാണോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇപ്പൊ നമുക്ക് 4-5 ദിവസമായിട്ട് പോലും അത് അപ്പൊ അത്തരം കാര്യങ്ങൾ പരിശോധിച്ച്, കാരണം ഇപ്പൊ കഴിഞ്ഞ ഏതാനും കാലങ്ങളായിട്ട് നടന്ന ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ കടുവയുടെ പ്രശ്നമാണെങ്കിൽ അത് ഏത് സ്റ്റേറ്റിനെയാണെന്ന് മനസ്സിലാക്കുകയും അതെങ്ങനെ, അതായത് മിക്കപ്പോഴും കടുവ ആക്രമിക്കുന്നത് അതിന്റെ ഇരയെന്ന്, അതായത് മനുഷ്യനെ പരമാവധി ഒഴിവാക്കിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ജീവിയാണ് പലപ്പോഴും കടുവ. പക്ഷേ അതിന് ഏതെങ്കിലും രീതിയിൽ നമുക്കറിയാം കഴിഞ്ഞ കടുവയെ ബന്ധപ്പെട്ട ആക്രമണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പൊ നമുക്ക് കുപ്പാടിയിലുള്ള കടുവ സംരക്ഷണ കേന്ദ്രത്തിൽ 5 എണ്ണത്തിനെ പാർപ്പിക്കാൻ സൗകര്യമുള്ള അവിടെ പേരണത്തോളായി. ഇനി തൃശ്ശൂർ മൃഗശാലയിലേക്ക് വേണ്ടാന്ന് അവരും പറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിലാണ്. അപ്പൊ ഇനിയും കാടിറങ്ങാൻ ഇങ്ങനെ ഒരുപാട് എണ്ണം ക്യൂ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിനെന്ത് ചെയ്യും? എത്ര കാലം ഇതിനെ ഒരു അപകടം പറ്റുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് മാറിയിട്ട് ഇനിയെങ്കിലും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ കാര്യമായിട്ട് എടുക്കാൻ നമ്മുടെ സർക്കാരുകളും ജനപ്രതിനിധികളും ചാനലുകളും ഒക്കെ മുന്നിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് ആളുകളുടെ മരണത്തിന് ചർച്ചയിൽ പങ്കെടുക്കേണ്ടി വരും. അപ്പൊ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു പരിസ്ഥിതി പ്രവർത്തകനോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു വക്കീലിനോ ഒരു കർഷകനോ സാധിക്കില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോളാം. മന്ത്രിക്കെതിരെ ഉയർന്ന വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് വനത്തിനുള്ളിൽ വെച്ചാണ് രാധ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നൊരു വാക്കാണ്. അതൊരു വലിയ പ്രതിഷേധമായിട്ട് വരികയും ചെയ്തു. അതിനെതിരെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്താൻ രാഷ്ട്രീയ പ്രതിനിധികൾക്ക് കഴിയില്ല, മാധ്യമ പ്രവർത്തകന് ഒരുപക്ഷെ കഴിയില്ല. പക്ഷെ താങ്കൾ ഒരു വന്യജീവി ഗവേഷകനാണല്ലോ, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ? പലപ്പോഴും കാരണം കടുവയുടെ ഈ അധികവും നാടിറങ്ങി ഈ പരിക്ക് പറ്റിയ കടുവകൾ അധികവും എന്ത് ചെയ്യില്ല. ഇപ്പം ഈ കടുവയെ കുറിച്ച് തന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ പരിക്ക് പറ്റിയ കടുവയാണെങ്കിൽ കാരണം ഒരു 10-15 അറ്റംപ്റ്റ് നടത്തുമ്പോഴാണ് കാട്ടിനകത്തുനിന്ന് കടുവയ്ക്ക് ഒരു ജീവിയെ പിടിക്കാനും ഭക്ഷണമാക്കാനും സാധിക്കുക. നേരെ മറിച്ച് അത് കാടിറങ്ങുകയാണെങ്കിൽ ഒരു പശുവിനെ പിടിക്കാനോ അല്ലെങ്കിൽ അത് ഒരു മനുഷ്യനിലേക്ക് എത്താനോ അതിന്റെ 100-ൽ ഒരു അംശം പോലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. അത് തന്നെയാണ് കൂടുതലും ഇത്തരം രീതിയിലുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കാനുള്ള കാരണവും. ഓക്കെ, അതായത് കാട് ശുഷ്കിച്ചത് കൊണ്ട് കൂടിയാണ് ഇത്തരം സാധാരണ കാട് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന് അല്ലേ? തീർച്ചയായും. ഇപ്പൊ ഉദാഹരണത്തിന് വയനാടും കാടുകളിൽ എടുത്തു നോക്കിയാൽ തന്നെ കുറച്ച് ഉള്ളോട്ട് ചെന്ന് നോക്കി നോക്കൂ. ഇപ്പൊ നമ്മള് കാടെന്ന് പറയുമ്പോൾ തിങ്ങി നിറഞ്ഞ മരങ്ങളും പച്ചപ്പും ഹരിതാഭയും അതൊക്കെ എപ്പോഴും വയനാടും കാടുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു ഫെബ്രുവരി ആയി കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു മുതുമലയിൽ നിന്നൊക്കെ വെള്ളത്തിന്റെ ലഭ്യത വളരെ കുറയുകയും വയനാട്ടിലേക്ക് വന്യജീവികളുടെ പാലായനം ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരു ജനുവരി അവസാനമൊക്കെ ആകുമ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ തുടങ്ങുക. ഇതിപ്പോ തീർച്ചയായിട്ടും അത് വ്യക്തമാണ്. ശ്രീ സാദിഖ് ഹമീദ്, അങ്ങനെയാണ് താങ്കളുടെ പേര്, സോറി, NCPയുടെ നേതാവ് സാദത്ത് ഹമീദ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സാദത്ത് ഹമീദ്, വളരെ കാതലായിട്ടുള്ള ഒരു പ്രശ്നം, അത് പരിഹരിക്കണം. അതൊരു വനം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഈ കഴിഞ്ഞ സമയങ്ങൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുടെ വിഷയമാണ്. പക്ഷേ കാതലായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ആ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വനം നിലനിൽക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് ശുഷ്കിച്ചു പോവാത്ത തരത്തിലുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാകുന്നില്ല. ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാകുന്നു, മന്ത്രി എന്തെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കുന്നു, അത് കഴിഞ്ഞ് മറ്റെന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകുന്നു, ഒന്നില്ലെങ്കിൽ ഒരു ദൗത്യ സംഘത്തെ അയക്കുന്നു, മയക്ക് വെടിവെക്കാൻ പറയുന്നു, ഇപ്പോഴൊരു കടുവയെ വെടിവെച്ചു കൊല്ലാൻ ആദ്യമായിട്ട് ഉത്തരവും ഇട്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കടുവയെ വെടിവെക്കും, ഈ വിഷയം തീരും. അതല്ലാതെ ഇതിനൊരു കൃത്യമായിട്ട് പരിഹാരം ഉണ്ടാക്കേണ്ട ഒരു ബാധ്യത അത് ആ വകുപ്പിനും മന്ത്രിക്കും ഒന്നും തോന്നാത്തത് എന്തുകൊണ്ടാണ്? പാർട്ടിയും ഈ വിഷയം കാണുന്നേയില്ലേ? അല്ല, വനസംരക്ഷണ നിയമം
അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഞാൻ ഈ ചർച്ചയിൽ കയറാൻ അല്പം താമസിച്ചു, ക്ഷമിക്കണം. ഇപ്പം ഈ വയനാട് ഉണ്ടായിരിക്കുന്ന വിഷയം വളരെ ഗൗരവമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് എനിക്കുമില്ല, ഞങ്ങളുടെ പാർട്ടിക്കുമില്ല. ആദ്യം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ നിയമം പിൻവലിച്ചു. ആ നിയമം പിൻവലിച്ചതിന് ശേഷമാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ മലയോര ജാഥ കണ്ണൂരിൽ നിന്ന് ആരംഭിച്ചത്. ആ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ പ്രതിപക്ഷം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാം കേട്ടതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയം, ഈ പഞ്ചാരക്കൊല്ലിയിൽ ഒരു സഹോദരി മരണപ്പെട്ടു. ആ സഹോദരിയുടെ മരണത്തിൽ ഞങ്ങളും കേരള സമൂഹവും എല്ലാം ഒന്നടങ്കം അതീവമായ ദുഃഖം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നമ്മൾക്ക് എല്ലാ കാര്യത്തിൽ വളരെ വേദനയും ദുഃഖവുമുണ്ട്. ഇനി ഒരു മരണവും അവിടെ ഉണ്ടാകാൻ പാടില്ല, അവിടെ നിന്ന് മാത്രമല്ല കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല എന്ന് ഷഡിക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർ. ഇപ്പോൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ, നേരത്തെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി പറഞ്ഞു, കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയുടെ തൊലിക്കെട്ടിയെ കുറിച്ച് പറഞ്ഞു. തൊലിക്കെട്ടി ആർക്കാണ് ഇല്ലാത്തതെന്നുള്ളത് വയനാട്ടിൽ അവിടെ അച്ഛനും മകനും ആത്മഹത്യ ചെയ്തതോടെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് കടുവ ആളെ പിടിച്ചോട്ടെന്നാണോ? അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. തൊലിക്കെട്ടിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ DCC ട്രഷററും മകനും മരണമടഞ്ഞപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് മകള് ചോദിക്കാൻ ചെന്നപ്പോൾ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകളൊക്കെ കേരള സമൂഹം കേട്ടതാണ്. അത് പറയട്ടെ, ഞാൻ വിഷയം വളച്ചൊടിക്കൊന്നുമല്ല. നിങ്ങൾ തൊലിക്കെട്ടിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയുടെ രാഷ്ട്രീയവും ഭരണപരിചയവും കേരള സമൂഹത്തിൽ ജനപക്ഷത്ത് നിന്നിട്ടുള്ള AK ശശീന്ദ്രനെ കുറിച്ച് താങ്കൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് താങ്കൾ അത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത്. അങ്ങനെയുള്ള വാക്കുകളൊന്നും പറഞ്ഞു പോകണ്ട. കേരളത്തിൽ ഒരു മനുഷ്യ സ്നേഹിയുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിൽ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിക്ക് ഒരു സന്തോഷവും ഇല്ല. ഇന്ന് അദ്ദേഹം തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 50 ലക്ഷം അടിയന്തരമായി. നിങ്ങൾ തമ്മിൽ തീരുമാനമായോ? തോമസ് കെ തോമസ് ആണോ ശശീന്ദ്രനാണോ മന്ത്രി? അറിയില്ല, ഒന്ന് പറയാമോ? ആരാ മന്ത്രി? തോമസ് കെ തോമസ് ആണോ ശശീന്ദ്രനാണോ മന്ത്രി? ഞങ്ങളുടെ DCC ട്രഷറർ ആത്മഹത്യ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മന്ത്രി പണിയെടുക്കില്ലെന്ന് പറഞ്ഞാൽ എന്തൊരു നാണക്കേടാ അത്. സാദത്ത് ഹമീദ്, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞോളാം, പറയട്ടെ. ഇവിടെ ഇപ്പൊ മാഡം തന്നെ പറഞ്ഞു, കഴിഞ്ഞ 45 വർഷമായി ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നമാണിത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ട് ഉള്ളതല്ല. ഇപ്പൊ അപർണ മാഡം തന്നെ കഴിഞ്ഞ ചർച്ചയിൽ പങ്കെടുത്ത ഒരു ആളിനോട് ചോദിച്ചു, കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു, നാളെ നിങ്ങളാണ് ഈ ഭരണത്തിൽ വരുന്നതെങ്കിൽ ഇതിനെന്താണ് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നത്? എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇത് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. AK ശശീന്ദ്രനും ചെയ്യില്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളത്തിന്റെ വനം മന്ത്രിയായിരുന്നപ്പോഴും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആന ഇറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, കടുവ ഇറങ്ങുന്നത്, പന്നി ഇറങ്ങുന്നതൊക്കെ ഇതാരും പറഞ്ഞിട്ടല്ല. നമ്മൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതിന്റെ എണ്ണം വളരെ ശുഷ്കമായിരുന്നു. ഇപ്പോൾ അതിന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ശാസ്ത്രീയമായി നമ്മൾക്കറിയാം, ഇതൊക്കെ ശാസ്ത്രജ്ഞന്മാരും അതുപോലെ മൃഗ ഡോക്ടർമാരും ഒക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. ഞാനും നിങ്ങളും ഒന്നും ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടതല്ല. താങ്കൾക്കറിയാം, താങ്കൾക്കത് ചർച്ചയിൽ പറയാൻ കഴിയില്ല. വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള ചില തീരുമാനങ്ങളിലേക്ക് പോയാൽ ഒരു വശത്ത് ഫണ്ട് പോകും, മറുവശത്ത് വോട്ട് പോകും. ഇത് രണ്ട് വിഷയം അവിടെയുണ്ട്. അത് താങ്കൾക്കും അറിയാം, അവിടെ ഇരിക്കുന്ന ഈ പാനലിസ്റ്റിലുള്ളവർക്കും അറിയാം. ഇത് ഏറെക്കുറെ ജനങ്ങൾക്കും അറിയാം. അതാണ് അതിൻ്റെ ഒരു വിഷയം. അതല്ലാതെ ഇത് ബാറ്റൺ കൈമാറുന്നത് പോലെ തിരുവഞ്ചൂരിൽ നിന്ന് പിന്നീട് AK ശശീന്ദ്രൻ, ഇനി വരുന്ന ഒരു മന്ത്രി, അതോടുകൂടി തലവേദന അങ്ങ് പോയി കിട്ടും എന്നായിരിക്കും NCP വിചാരിക്കുന്നുണ്ടാവുക, അല്ലേ? അല്ല, ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാർ ഇതിനകത്ത് എന്ത് നിലപാടെടുത്താലും, ഇവിടെ നമ്മളിപ്പോൾ വെടിവെച്ചാൽ ഒരു വീട്ടിൽ ഒരു ആന കയറി വരുന്നു, അല്ലെങ്കിൽ കടുവ കയറി വരുന്നു, നമ്മൾക്ക് ജീവൻ രക്ഷിക്കണം. നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ കയ്യിലിരിക്കുന്ന തോക്കെടുത്ത് വെടിവെച്ചാൽ അവനെതിരെ കേസാ.
അവനെതിരെ കേസെടുക്കും. അല്ല, എല്ലാ അതുകൊണ്ട് അവൻ വന്യമൃഗങ്ങളെയും ഭയപ്പെട്ട് എന്ത് ചെയ്യും? വെടിവെച്ചാണോ ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നത്? ശ്രീ അപർണ, സാദത്ത് ഹമീദ്, NCP അങ്ങനെയാണോ ഇതിനെ കാണുന്നത്? അതായത് ഏത് വന്യമൃഗം വെളിയിൽ ഇറങ്ങി വരുമ്പോഴും വെടിവെച്ചു കൊല്ലാൻ ലൈസൻസ് കൊടുക്കുക, കേന്ദ്ര നിയമം പരിഷ്കരിച്ച് ആ തരത്തിലാകുക, എല്ലാവരും വെടിവെച്ചു കൊള്ളുക, പാട്ടുപോത്താണെങ്കിലും ആനയാണെങ്കിലും കടുവയാണെങ്കിലും വെടിവെച്ചു കൊല്ലുക, അതാണോ നിങ്ങളുടെ പരിഹാരം? അല്ല, പരിഹാരം പിന്നെന്താണ്? എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ, ഞാനൊരു NCP കാരനെന്നോ ഒരു LDF കാരനെന്നോ ഭരണത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുന്ന ഒരാളെന്നോ രീതിയിൽ ഞാൻ പറയുക, ഞാനൊരു മനുഷ്യ സ്നേഹി എന്ന നിലയിൽ ഞാൻ ഇപ്പോഴും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിന്റെ ഗവൺമെന്റിനോടും മുഖ്യമന്ത്രിയോടും എന്റെ പാർട്ടിയുടെ മന്ത്രിയോടും ഞാൻ പറയുന്നു, ഇതൊരു സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭീമമായ നഷ്ടം നിങ്ങൾക്കറിയാം. എന്റെയും അപർണ മാഡത്തിന്റെയും അവിടെ ഇരിക്കുന്ന DYFയുടെയും യൂത്ത് കോൺഗ്രസ്സുകാരന്റെയും എല്ലാം നികുതി പണം എടുത്തിട്ടാണ് ഈ പണം ചെലവഴിക്കുന്നത്. ഇപ്പോൾ 50 ലക്ഷം രൂപ നാളെ മുതൽ ഇതിന് ചെലവഴിക്കാൻ ഫണ്ട് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ 10 ലക്ഷം രൂപ മരണപ്പെടുന്ന ഒരു സഹോദരിക്കായാലും ആർക്കായാലും ഗവൺമെന്റ് ഉടനെ പ്രഖ്യാപിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ തന്നെ പറയുന്നു, ഞങ്ങൾക്ക് ഇനി പണം വേണ്ട, ഞങ്ങളുടെ ജീവനാണ് സംരക്ഷണമെന്ന്. ഞാനിപ്പോഴും ഗവൺമെന്റിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ അതൊരു സോഷ്യൽ ഓഡിറ്റ് വരുത്തി ഇത് ജനത്തിന് മുന്നിൽ കൊടുക്കുക, അല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അതായത് നഷ്ടപരിഹാരം കൊടുത്ത് ഇത് പരിഹരിക്കുക എന്നുള്ളത്. ഞാൻ തിരികെ എത്താം. ശ്രീ D. ജിതിൻ, NCPയെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറത്തേക്ക് NCP എടുക്കാൻ പറ്റുന്ന നിലപാട് എന്താ? വനം വകുപ്പ് എന്ന് പറയുന്നത് NCP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ഇതിനപ്പുറത്തേക്ക് വലിയ തലവേദനയൊന്നും അവർക്ക് എടുത്തു വെക്കാൻ പറ്റില്ല. DYFയ്ക്ക് കുറച്ചും കൂടെ പ്രതിബദ്ധതയില്ലേ? ഇതിന്റെ കാതലായിട്ടുള്ള വിഷയങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? വനസംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം, ഈ വനാതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, മലയോര മേഖലയിൽ വോട്ട് പോകും എന്നുള്ളത് കൊണ്ട് ചില വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ CPMന് കഴിയുകയില്ല, പക്ഷെ DYFയ്ക്ക് കഴിയില്ലേ? ഇതിൽ നമ്മൾ കാണേണ്ടത്, നേരത്തെ ആരോ സൂചിപ്പിച്ചു, ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഞാൻ വരാം. ഞാൻ ജിതിൽ നിന്ന് വരാം. ജിതിൻ പറയല്ലേ. രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയം പറഞ്ഞത്. വളരെ കൃത്യമായി ഈ പ്രയാസങ്ങളൊക്കെയും അനുഭവിക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഇപ്പൊ ഞാൻ തിരുനെല്ലിയിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഇതിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സൂചിപ്പിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ജോസേട്ടനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും വന്യമൃഗ ശല്യം രൂക്ഷമായ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. ഇതിന് വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്. ആ പരിഹാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല. കാരണം എന്താ? ഈ വന നിയമം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടതാണ്. ആ നിയമത്തിനകത്ത് കൃത്യമായ ഭേദഗതി വരുത്തണം. വയനാട്ടുകാർ കുറെ കാലമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിനകത്തെ മലയോര വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുറെ കാലമായി പറയുന്നതാണ്, വന നിയമത്തിനകത്ത് ഭേദഗതി വരുത്തണം. നേരത്തെ BJPയുടെ ഒരു പ്രതിനിധി പറഞ്ഞു, വനം മന്ത്രി, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി വയനാട്ടിൽ വന്നു, എന്താ പറഞ്ഞത്? നിയമത്തിനകത്ത് ഒരു മാറ്റവും വരുത്തില്ല എന്നാ പറഞ്ഞത്. അന്ന് ഇവിടെ വന്ന സമയത്ത് പറഞ്ഞത് കേന്ദ്ര നിയമത്തിനകത്ത് ഒരു മാറ്റവും വരുത്തില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചുപോയത്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, എന്താ പറഞ്ഞത്? തൊലിക്കട്ടിയെ കുറിച്ച് ഇവിടെ നേരത്തെ ചർച്ച നടത്തി. എന്താ തൊലിക്കട്ടി? ഇന്നലെ ഇപ്പൊ ഒരു ജാഥ ആരംഭിച്ചിട്ടുണ്ടല്ലോ കോൺഗ്രസിന്റെ. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് ജാഥ നയിക്കുന്നത്. അതില് KPCCയുടെ പ്രസിഡന്റ് K. സുധാകരൻ, നിങ്ങളോട് കൃത്യമായി പറഞ്ഞ പഴയ വനം മന്ത്രി, ആ മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. സുധാകരൻ, പഴയ വനം മന്ത്രി. ആ സുധാകരൻ പറഞ്ഞ വാക്കുകൾ എന്താ? സുധാകരൻ പറഞ്ഞത്, ഞാനും ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു, ഞാൻ ഈ മുമ്പ് ഈ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. അന്ന് കുറെ ആളുകൾ ഇത്തരത്തിലുള്ള വിഷയം പറഞ്ഞപ്പോ എന്നോട് സൂചിപ്പിച്ചു സമരം നടത്തണം എന്നുള്ളത്. സമരം നടത്തിയിട്ടൊന്നും ഈ വിഷയം പരിഹരിക്കാൻ കഴിയില്ല. ഇനി ഞാനല്ല, വേറെ ആര് ഈ വകുപ്പ് കൈകാര്യം ചെയ്താലും ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് ഇന്നലെ മാധ്യമങ്ങളോടല്ലേ പറഞ്ഞത്? ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ആ വിഷ്വൽ എടുത്താൽ പരിശോധിക്കാൻ വേണ്ടി കഴിയല്ലോ. വളരെ കൃത്യമായി ആ വീഡിയോ വന്നിട്ടുണ്ടല്ലോ. സംസ്ഥാന സർക്കാരിന് ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നതിന് പരിമിതിയുണ്ട്. കേന്ദ്ര നിയമത്തിനകത്ത് അതിനുള്ള മറുപടി കൃഷ്ണദാസ്, ഞാൻ ചർച്ച നമുക്ക് ചുരുക്കി പോകുന്നുണ്ട്. കൃഷ്ണദാസ്, എല്ലാ വഴികളും കേന്ദ്ര സർക്കാരിലേക്ക്, ഈ ബാലൻസ് സൂക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അതൊരു കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഭരണഘടനയിൽ കൂടി ഊന്നിയ ഒരു കാര്യമാണ്. എല്ലാ വനമിറങ്ങി വരുന്ന എല്ലാ മൃഗങ്ങളെയും വെടിവെച്ചു കൊന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഇത് ഇന്നലെ മറ്റൊരു ചാനലിൽ ചർച്ചയ്ക്ക് വന്നപ്പോഴും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെയും ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കാമെന്ന ആൾ പറഞ്ഞത്, കേന്ദ്ര വന നിയമം 1972 ഉണ്ടായതിനു ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇപ്പോ ഇടതുപക്ഷത്തിന്റെ DYFയുടെ പ്രതിനിധി പറയുന്നതും കേന്ദ്ര വന നിയമം ഇതിനൊരു തടസ്സമായി നിൽക്കുന്നു. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ വകുപ്പൊന്നും അറിയണ്ടേ?
കേന്ദ്ര വന നിയമത്തിലെ സെക്ഷൻ 11B പ്രകാരമാണ് ഈ നടപടികൾക്കെല്ലാം തടസ്സമുണ്ട് എന്ന് ഇവർ പറയുന്നത്. അതിൽ തടസ്സമല്ല പറയുന്നത്, നിങ്ങൾ നടപടി എടുക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നാണ്. അതാണ് ഞാൻ എന്റെ സംസാരത്തിൽ ആദ്യം സൂചിപ്പിച്ചത്. സെക്ഷൻ 11B പ്രകാരം കേന്ദ്ര വന നിയമ 1972 11ാം വകുപ്പ് B പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. അത് പൂർത്തിയാക്കേണ്ടത് ആരാ? അത് പൂർത്തിയാക്കേണ്ടത് ജില്ലാ ഭരണകൂടവും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമാണ്. അതിന് ആരെങ്കിലും തടസ്സമുണ്ടോ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാന്നത്? ഇന്നിപ്പോ പറഞ്ഞല്ലോ, ഈ കടുവയെ നരഭൂജിയായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ അത് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. ഇത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണോ? അല്ലെങ്കിൽ വനമന്ത്രി തീരുമാനിക്കേണ്ട കാര്യമാണോ? അവർ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തേണ്ട ആൾക്കാരാണ്. അത് പിന്നോട്ട് വെക്കുന്നു എന്നതാണ്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നിയമം തിരുത്തണം എന്ന് പറയുന്നുണ്ടല്ലോ. പി കൃഷ്ണദാസ്, അത് ആര് തീരുമാനിക്കേണ്ട കാര്യമാണ്? അത് മന്ത്രിയാണ് പറഞ്ഞത്. നരഭോജി കടുവയായി പ്രഖ്യാപിക്കുന്നത് അത് ആര് തീരുമാനിക്കേണ്ട കാര്യമാണ്? അത് തീരുമാനിക്കേണ്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ കമ്മിറ്റി ഉണ്ടെന്ന് നിങ്ങൾ സെക്ഷൻ ഇതാ ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് പറഞ്ഞേ, ആരാ കമ്മിറ്റി അംഗങ്ങൾ? ഒന്ന് പറഞ്ഞേ. മുഖ്യമന്ത്രിയോ വൈൽഡ് ലൈഫ് വാർഡനോ തീരുമാനിച്ച ഇത്തരത്തിൽ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിയോ? നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു വന നിയമവുമായി ബന്ധപ്പെട്ട് 1970 വന നിയമം വരുന്നത് വരെ ഈ രാജ്യത്തിനകത്ത് കേരളത്തിനകത്ത് ഇതായിരുന്നു സ്ഥിതി. ഇന്നിപ്പോ തീരുമാനിച്ച കേന്ദ്ര ഗവൺമെന്റ് ആണോ? അതിനെല്ലാം നിങ്ങൾ കൊടുത്ത ബൈറ്റിനകത്ത് അത് വളരെ കൃത്യമായിട്ടുണ്ട്. ആ നിയമത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാണ്. അല്ല, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, വനമന്ത്രി പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോയല്ലോ. എന്താ പറയാനുള്ള മടിയുള്ളത്? നിങ്ങൾ ഇപ്പൊ പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാണോ? ഇന്നിപ്പോ തീരുമാനിച്ചു, പത്രങ്ങൾ പറഞ്ഞ കാര്യം വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ചു, നരഭോജിയായി പ്രഖ്യാപിച്ചു. ആര് പ്രഖ്യാപിച്ചു? എവിടെ പ്രഖ്യാപിച്ചു? കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വകുപ്പ് അറിയാവുന്ന കാര്യം, ആ വകുപ്പിലെ കാര്യങ്ങൾ കേന്ദ്ര നിയമമാണ് എന്ന് പറഞ്ഞാൽ ആര് കാര്യം? ഗവൺമെന്റാണ് ഇത് ചെയ്യേണ്ടത്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ കീഴിലുള്ള കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ അംഗങ്ങളുണ്ട്. കമ്മിറ്റി അംഗങ്ങൾ കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ചെയ്യാൻ വേണ്ടി കഴിയോ? പിന്നെ ആരാ ചെയ്യേണ്ടത്? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് തീരുമാനിച്ചാൽ ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയോ? ഇങ്ങനെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. ആ ഉത്തരവ് ഉറ്റുനോക്കുന്ന ജനങ്ങളും അവിടെയുണ്ട്. ഉത്തരവ് എവിടെ നിന്ന് വന്നു? ഇത് മുൻപേ പ്രഖ്യാപിക്കാൻ പറ്റുമായിരുന്ന ഒരു ഉത്തരവായിരുന്നോ? അതാണ്, ഇത് മുൻപ് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു ഉത്തരവായിരുന്നോ? വളരെ കൃത്യമായി നേരത്തെ വനം മന്ത്രി തന്നെ ഈ വിഷയത്തിനകത്ത് എന്ത് തരത്തിലുള്ള പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തന്നെ ഉറപ്പ് നൽകിയതാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു വൈൽഡ് ലൈഫ് വാർഡിനെ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വേണ്ടി കഴിയോ? അങ്ങനെയാണെങ്കിൽ കേരളത്തിനകത്ത് ഇതിനു മുമ്പ് എത്ര വിഷയങ്ങൾ ഉണ്ടായിരുന്നു? നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണല്ലോ. ഓക്കെ, ഒരു സെക്കൻഡ്. ഞാൻ ശ്രീ TC ജോസഫ്, അതിലൊരു ആശയക്കുഴപ്പമുണ്ട്. അത് ജനങ്ങൾക്ക് ഒരു പക്ഷേ ആശങ്കയും വരും. നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇതിനകത്ത് പറയേണ്ട വിഷയം, ഈ കടുവയെ വെടിവെച്ചു കൊല്ലാം എന്ന് പറയുന്ന ലാഘവത്തോടെ പറയുന്നത് ഒന്ന് മനസ്സിലാക്കണം. ബത്തേരിയിൽ ഇത്തരത്തിൽ മനുഷ്യനെ കൊല്ലുന്ന കടുവയെ വെടിവെക്കാൻ മയക്കുവെടിവെക്കാൻ സാങ്കേതിക വിഷയങ്ങൾ അദ്ദേഹം പറയുന്നത് ക്ലിയർ ആകുന്നില്ല. ഒരാളെ കൊന്നാൽ കൊന്നയാളെ കൊല്ലാൻ അനുമതി കിട്ടുന്ന ശ്രീ TC ജോസഫ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അല്പം. അന്ന് ബത്തേരിയിൽ മയക്കുവെടിവെക്കാൻ പോകുന്ന സമയത്ത് കടുവ ആക്രമിക്കുകയും അതിൽ ആ ഗാർഡ് കടുവയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. ആ മനുഷ്യൻ സസ്പെൻഷനിലായിരുന്നു. എത്ര വർഷമാണ് സസ്പെൻഷൻ ആയത്? അല്ല, ഇപ്പൊ വന്നിരിക്കുന്ന ഉത്തരവിൽ കഴമ്പില്ല എന്നാണോ? അല്ല, ഞാൻ ശ്രീ TC ജോസഫ്, ഇപ്പൊ വന്ന ഉത്തരവ് മന്ത്രി പറഞ്ഞ പ്രഖ്യാപനത്തിൽ കഴമ്പില്ല എന്നാണോ? നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രീ TC ജോസഫ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം കേൾക്കാമല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ ഉത്തരവിൽ കഴമ്പില്ല എന്നാണോ? പറഞ്ഞു വന്നോട്ടെ. മറ്റൊന്ന്, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സെൻട്രൽ ഗവൺമെന്റ് ആക്ട്, ഞാൻ പറഞ്ഞ 2010 ടൈഗർ കൺസർവേഷൻ ആക്ട് പറഞ്ഞ അന്തർദേശീയ നിയമം വന്നിരിക്കുന്നതാണ്. വളരെ അപകടകരമാണ് സാറ്. ഇവിടെ തണ്ണീർക്കൊപ്പം വന്നു മാനന്തവാടിയിൽ. ശരി ശ്രീ TC ജോസഫ്, ഞാൻ ഒന്നും കൂടെ ഒരു സമയപരിമിതി കൊണ്ടാണ് ഞാനത് ക്ലാരിഫൈ ചെയ്യാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു ഉത്തരവ് പ്രാക്ടിക്കൽ അല്ല, അല്ലെങ്കിൽ അത് കഴമ്പില്ല എന്നാണോ? കഴമ്പുണ്ട്.
അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഷെഡ്യൂൾ വണ്ണിലുള്ള ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ആർക്കുണ്ട്? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുണ്ട്, ചീഫ് വൈൽഡ് വാർഡനുണ്ട്. അത്തരത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഇപ്പം ഞങ്ങളില് കേരളത്തിൽ 968 ആൾക്കാരാണ് ഈ കാലഘട്ടത്തിൽ മരിച്ചത്. വയനാട് 178. ദയവായത് ചോദിച്ചോട്ടെ രാഷ്ട്രീയക്കാരോട്, നിങ്ങൾ തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും കൊടി മാറ്റി വെച്ച് കൊടി ഒന്നിച്ച് അശ്വിൻ, അതൊന്ന് അദ്ദേഹമായിട്ടുള്ള ചെറിയ സാങ്കേതിക വിഷയമുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു കേന്ദ്ര നിയമം അതിന് തടസ്സമാണെങ്കിൽ പിന്നെ ഈ ഉത്തരവ് എങ്ങനെ ഉണ്ടായി? ഈ ഉത്തരവ് ഇപ്പോ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് അത് നേരത്തെ പ്രഖ്യാപിക്കാൻ പറ്റുമായിരുന്നില്ലേ? ഇത് വളരെ ബേസിക് ചോദ്യത്തിന് ഉത്തരമാണ്. ഇതാണല്ലോ ജനങ്ങൾ അറിയേണ്ടത്. ഇത് ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? അപ്പോ അശ്വിൻ കേൾക്കാമെങ്കിൽ കേൾക്കാമെങ്കിൽ ഈ വിഷയത്തിലുള്ള ഉത്തരം. ഞാൻ വിഷയം ഒന്ന് ക്ലിയർ ആയില്ല, ഒന്ന് പറയാം. അതായത് ഇങ്ങനെ ഒരു ഉത്തരവ് പ്രഖ്യാപിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അധികാരം ആരുടെ കയ്യിലാണ്? അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആണോ? അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ അത് ഉണ്ടാകാമായിരുന്നില്ലേ? ഇത് കേന്ദ്ര നിയമത്തെ പോലും ഞങ്ങൾ ഇതാ വെല്ലുവിളിച്ചുകൊണ്ട് തീരുമാനം എടുക്കുകയാണ് മുഖ്യമന്ത്രി, അതാണ് ഒരിക്കലും ഒരു സംസ്ഥാനത്തെ മന്ത്രിസഭ വിചാരിച്ചായിരുന്നു ഒരു കടുവയെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലാനുള്ള യാതൊരു കാര്യവും. സാർ പുറപ്പെടുവിച്ച ഉത്തരവ് എന്ന് നിങ്ങൾ ശരിക്കും വായിച്ചു നോക്കിയാൽ മതി. കൂട്ടിലടക്കാനോ അല്ലെങ്കിൽ അതിനെ ശാന്തനാക്കി പറഞ്ഞേക്കാനോ സാധിക്കാത്ത വീണ്ടും മനുഷ്യരെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാമെന്ന് മാത്രമേ എന്തുള്ളൂ അതിൽ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതാർക്കാണ് ഈ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള അധികാരം? കേരള ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തന്നെയാണ് എന്റെ അറിവിൽ അതിനുള്ള അധികാരം ഉള്ളത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ വേണ്ട? കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ചുകൊണ്ട് മാത്രമേ അത് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്. അതെ. അപ്പൊ പക്ഷെ ഇതിലോട്ട് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞാൽ സമയം കഴിയാൻ പോകുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. മുമ്പ് നമ്മൾ ഇതുപോലെ ഒരു ചർച്ചയ്ക്ക് ഇരുന്നത് വയനാട്ടിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്നപ്പോഴായിരുന്നു. അന്ന് ഈ ആന വന്ന വഴിയും റൂട്ടും ഒക്കെ എല്ലാ പ്രഗത്ഭന്മാരൊക്കെ ഇരുന്നിട്ട് ചർച്ച ചെയ്ത വിഷയമാണ്. അതായത് അന്ന് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കബനിപ്പുഴ നീന്തിയാണ് കർണാടകത്തിൽ നിന്ന് കടുവകൾ വരുന്നത്, അതുകൊണ്ടാണ് ഇവിടെ അത് അറിയാൻ സാധിക്കാത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നുള്ളത്. അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എത്രയും വേഗത്തിൽ ഒരു ക്രാഷ് ഗാർഡ് ഫെൻസിങ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത്തരം നടപടി സമയപരിമിതി കൊണ്ടാണ് അശ്വിൻ, അത്തരം നടപടികളിലേക്ക് വളരെ പെട്ടെന്ന് കടക്കണം എന്നുള്ളൊരു ആവശ്യം അതവിടെ നിൽക്കുകയാണ്. കടുവ ഇനിയും വരും, കടുവയെ വെടിവെച്ചു കൊല്ലും അല്ലെങ്കിൽ മയക്കുവെടി വെക്കും, അതുകൊണ്ടൊന്നും ഈ പ്രശ്നം പരിഹരിക്കില്ല എന്ന് ഭരണപക്ഷത്തുള്ളവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും കൃത്യമായിട്ട് അറിയാം. പക്ഷേ ജനങ്ങൾ പറയുന്ന പരിഹാരത്തിലേക്ക് ഇത് കടക്കുകയുമില്ല. വനമന്ത്രി ഇന്ന് നടത്തിയ സന്ദർശനം വെറും പ്രഹസനമായിരുന്നു എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകരോട് ചോദിച്ചിരുന്നു. 88% പ്രേക്ഷകരും അതെ എന്ന് പറയുകയാണ്. സാദത്ത് ഹമീദ്, അഡ്വക്കേറ്റ് വസന്ത് തെങ്കമ്പള്ളി, പി കൃഷ്ണദാസ്, ജിതിൻ, അശ്വിൻ, ഒപ്പം ശ്രീ TC ജോസഫ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന് പ്രത്യേകം നന്ദി. നമസ്കാരം.